ഓക്കെ. ഓക്കെ. ബിസ്മില്ല തുടങ്ങണോ? വേണ്ടല്ലേ? ഓക്കെ. എന്നാ മാഷ് അവിടെ ഇരിക്ക്. ഞാൻ സന്തോഷം കൊണ്ട് ഏതെങ്കിലും തൂണി പോയിട്ട് കേറട്ടെ. വലിഞ്ഞു കേറട്ടെ. ഉം. നമ്മളെല്ലാവരും വിറകുകൊള്ളിയാണ്. ഇന്റർവ്യൂ എടുത്ത എല്ലാവരും. പക്ഷെ അതിലൊരു മേജർ വിറകുകൊള്ളി ഉണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ തീയിലിടുന്ന ഒരു വലിയൊരു വിറകുകൊള്ളി ഉണ്ടല്ലോ. അതാണ് മാഷ്. നന്നായി ഉണങ്ങിയ പഴയ വറുകൊള്ളി. ഉം. അതിൽ ഇടക്കിടക്ക് ആയിഷ മുഹമ്മദ് നബിയുടെ മുഖത്ത് നോക്കിയിട്ട് ആയിഷക്ക് എന്തെങ്കിലും പണക്കം വന്നാൽ അപ്പൊ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് ഇങ്ങള് നബി ഒന്നല്ല, ഇങ്ങള് കള്ളനാണ്. ഞാനില്ലേ, ഞാൻ ഇന്നലെ മാഷ് മെസ്സേജ് അയച്ച മുതൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞാൻ തുള്ളി കളിക്കായിരുന്നു ശരിക്കും. കാരണം ഞാന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല മാഷെ കാണാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു. ഞാൻ അടുത്ത ദിവസങ്ങളിലാണ് നിങ്ങളെ പരിപാടി കണ്ടു തുടങ്ങിയത്. ഉം. കണ്ടപ്പോ ഇഷ്ടമായി. അപ്പൊ ഞാൻ എല്ലാ വീഡിയോസും കണ്ടു. കുറച്ച് ഓ. ദിവസമായിട്ട് വീഡിയോസ് സ്ഥിരമായി കാണുന്നുണ്ട്. അപ്പൊ ഓക്കെ. എന്താ പറയാ, മാഷ്ക്ക് സുഖല്ലേ? എനിക്കെന്താ ചോദിക്കണ്ടേന്ന് അറിയില്ല. ആ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ജബ്ബാർ മാഷ്. ഓക്കെ. ഓക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഒരു മനുഷ്യൻ വന്ന് മുമ്പിൽ ഇരിക്കുമ്പോൾ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി. അങ്ങനല്ല. മാഷ് അങ്ങനെ പറയരുത്. കാരണം ഞാൻ ഈ നരകത്തിലെ വിറകുകൊള്ളി സീരീസ് ചെയ്യുമ്പോ ഉം. നമ്മളെല്ലാവരും വിറകുകൊള്ളിയാണ്. ഇന്റർവ്യൂ എടുത്ത എല്ലാവരും. പക്ഷെ അതിലൊരു മേജർ വിറകുകൊള്ളി ഉണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ തീയിലിടുന്ന ഒരു വലിയൊരു വിറകുകൊള്ളി ഉണ്ടല്ലോ. അതാണ് ഉം. മാഷ്. അപ്പൊ മാഷിന് ഒരു ഇന്റർവ്യൂ ഒരു ചെയ്യുമ്പോ ഉം. നന്നായി ഉണങ്ങിയ പഴയ വറുകൊള്ളി അല്ലേ? അങ്ങനെ ഉം. അങ്ങനൊന്നും അപ്പൊ പറയാൻ ആദ്യം പറ്റില്ല. കത്തുക ഉണ്ട്. ആദ്യം കത്തുക ഉണങ്ങിയ വറുകൊള്ളിയാണ്, പിന്നെയാണ് നനഞ്ഞത് കത്തുക. ഓക്കെ. അങ്ങനെ മാഷ് കാരണം നമ്മളെല്ലാവരും ഈ പാതയിലായി. അങ്ങനെ ആഹ് പറയാവോ? അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മളെല്ലാവരും ഒരു ഇൻസ്പിറേഷൻ അല്ലേ മാഷ്. കാരണം മാഷില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവില്ലല്ലോ. എക്സ് മുസ്ലിം മൂവ്മെന്റേ ഉണ്ടാവില്ലല്ലോ. ഞാനിതിനൊക്കെ നന്ദി പറയാറ് ടെക്നോളജിയോടാണ്. കാരണം ഈ ഉം. ടെക്നോളജികൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇതുപോലെ സ്പ്രെഡ് ആവുമായിരുന്നില്ല. ഞാനൊക്കെ ഇപ്പം 10-50 കൊല്ലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ ഉം. ഒരു സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ഒരു 10 വർഷമാണ് ഈ ആശയങ്ങൾ വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിന്റെ ഇടയിലൊക്കെ നന്നായി ഉം. പ്രചരിക്കാൻ തുടങ്ങിയത്. അതുവരെ നമ്മൾ ഇങ്ങനെ കടലിൽ കായം കലക്കിയ പോലെ നമ്മുടെ കാര്യങ്ങളൊന്നും എവിടെ എത്താതെ പോവുകയായിരുന്നു. ഉം. ടെക്നോളജിയാണ് ശരിക്കും ഇതിന് കാരണമായത്. അത് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ ടെക്നോളജി ഇസ്ലാമിന്റെയൊക്കെ അടിവേര് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ബൈബിള് അച്ചടി വന്നതോടുകൂടിയാണ് ബൈബിളിന്റെ കഥ കഴിഞ്ഞത്. ഉം. അങ്ങനെയാണ് യൂറോപ്പിലൊക്കെ എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്ന കാലത്ത് അച്ചടി വന്നു, പുസ്തകങ്ങൾ വന്നതോടുകൂടിയാണ് ബൈബിൾ വിമർശനമൊക്കെ വ്യാപകമായത്. പക്ഷെ അത് ഇസ്ലാമിനെ ബാധിച്ചിരുന്നില്ല. കാരണം അച്ചടി കൊണ്ട് ഉം. ഇസ്ലാമിനെ തൊടാൻ പറ്റുമായിരുന്നില്ല. ഇസ്ലാമിന് ഇരുമ്പിന്റെ മറയായിരുന്നു. പക്ഷേ ഉം. സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ ഈ ഇരുമ്പ് മറയൊക്കെ അപ്രസക്തമായി, ആകെ തകർന്നു പോയി. ഉം. അത് എനിക്ക് തോന്നുന്നു മുത്തുനബി പണ്ടേ പ്രവചിച്ചിട്ടുണ്ടെന്ന്. ഈ ടെക്നോളജി വരുന്നത് മുത്തുനബിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതാണ് മുത്തുനബി പണ്ടേ പറഞ്ഞിട്ടുള്ളത് ആടുമേക്കലാണ് ഒരു മനുഷ്യന് ഏറ്റവും നല്ല ജോലിയെന്ന്. ഉം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തിൽ അദ്ദേഹം സ്മാർട്ട് ആയിരുന്നു എന്നാണ് പറയാൻ. അത് മാത്രമല്ല, അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ത് നമ്മൾ സംഭവിച്ചാലും അതൊക്കെ മുത്തുനബി പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് കണ്ടെത്താൻ പറ്റും. ഇപ്പോ മതം തകർന്നു പോകുന്നതിനും ഇപ്പൊ അത് തന്നെ പറയുന്നത്. അത് മുത്തുനബി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ തകർന്നു പോകുന്നത്. ഇത് 72 ഗ്രൂപ്പായി പിരിയുമെന്ന്, അതിൽ ഒരു ഗ്രൂപ്പ് മാത്രമേ നന്നാവുള്ളൂ, ബാക്കിയൊക്കെ പിഴച്ചതാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പിളർപ്പിനും ന്യായമായി, പിഴച്ചു പോകുന്നതിനും ന്യായമായി, ഇത് തകർന്നു പോകുന്നതിനൊക്കെ ന്യായമായി. ഇനിയിപ്പോ ഇസ്ലാം വളരുന്നു എന്ന് പറയണേനോ അതിനും ന്യായമായി. അത് മുത്തുനബി അതെ, പറഞ്ഞിട്ടുണ്ടാവും. അതെ. അതിനും ന്യായമുണ്ടാവും. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജബ്ബാർ മാഷിന്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്, എനിക്ക് കേരളത്തിന്റെ പ്രായമാണ്. കേരളം ഉണ്ടാകുന്ന ഒരു കാലം 1956-ലാണ് ഞാൻ ജനിക്കുന്നത്. ഉം. അപ്പൊ ആ കാലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട് പൊതുവെ ഭയങ്കരമായ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കാലമാണ്. ഉം. അപ്പൊ ആ ദാരിദ്ര്യം ശരിക്ക് നമ്മൾ കണ്ടും അനുഭവിച്ചും ജീവിച്ച ആളാണ്. അനുഭവം കുറവായിരുന്നു അന്നത്തെ താരതമ്യേന, അന്നത്തെ സാഹചര്യം അനുസരിച്ച്. കാരണം എന്റെ ഫാദർ ഒരു ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്ന ഒരു സ്കൂൾ മാഷായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി മാസപ്പടി കിട്ടുന്നതുകൊണ്ട് ഉം. പട്ടിണി കിടന്നിട്ടില്ല. ഉം. പക്ഷേ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ പട്ടിണി കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉം. അവരെയൊക്കെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടും ദുരിതം ഉം. അനുഭവിച്ചൊക്കെയാണ് നമ്മൾ ആ കാലത്ത്, നമ്മുടെ കുട്ടിക്കാലൊക്കെ. ഉം. ഇന്നത്തെ പോലെ യാതൊരു സൗകര്യങ്ങളും ഇല്ല. പക്ഷേ ഉം. എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യന്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഒരേ അളവിലാണെന്നുള്ളതാണ് അനുഭവത്തിൽ നിന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. അന്നത്തെ രീതിയിലൊക്കെ നമ്മളിങ്ങനെ അത് അന്നത്തെ സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിച്ചു. ഉം. ഉം. പിന്നെ
കുട്ടിക്കാലത്ത് നമ്മളൊക്കെ സാധാരണ പോലെ തന്നെ ഒരു മതവിശ്വാസിയുടെ കുടുംബത്തിലായതുകൊണ്ട് പതിവ് പോലെ മദ്രസയിലൊക്കെ പോയി മതമൊക്കെ പഠിച്ച് അതനുസരിച്ച് മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു സാധാരണ സുന്നി കുടുംബത്തിലെ ഒരു കുട്ടിയായിട്ട് വളർന്നു. അങ്ങനെയാണ് കുട്ടിക്കാലത്തുള്ള ഒരു പ്രത്യേകിച്ച് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഈ കാര്യമായിട്ട് പറയാനുള്ളത് അന്നത്തെയും ഇന്നത്തെയും സാഹചര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് പിന്നെ പുതിയ ജനറേഷൻ അത്ര ബോറടിക്കാനാണ് സാധ്യത എന്നുള്ളത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാം. ഓക്കെ. ഞാന് അതിലിപ്പം മാഷ് പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ആയി. ഒരു ബോർഡർ ലൈൻ പട്ടിണിയായിരുന്നുന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഷാറുഖ് ആ, ഖാൻ ഇടയ്ക്ക് പറയാറുണ്ട് മൂപ്പരുടെ ഇന്റർവ്യൂലൊക്കെ ബിഫോർ യു ബിക്കം എ ഫിലോസഫർ ബിക്കം റിച്ച് ന്ന്. എന്നുവെച്ചാ പൈസ ഉണ്ടായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ മതിയെന്ന്. പക്ഷെ മാഷിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നല്ലോ. മാഷ് എന്ന് വെച്ചാൽ ഈ മറ്റേ അഡോളസൻസ് ആ ടൈമിലാവുമ്പോ തന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും കുറേ ഒരു ടീനേജർ ഒക്കെ ആവുമ്പോ ഇസ്ലാം വിട്ടതല്ലേ. അപ്പൊ ഈ ഒരു ആ, സിറ്റുവേഷൻ കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാനും വായിക്കാനും ഒക്കെ ഒരു ത്വര വന്നത്? ആ. എനിക്ക് അങ്ങനെ ആ പ്രായത്തിൽ മതം വിട്ടത് കൊണ്ട് തന്നെ ഉം. എല്ലാവരോട് ചോദിക്കുന്നത് പോലെ ഈ മതം വിടുന്നതിന് മുമ്പും വിട്ടതിന് ശേഷമുള്ള ലൈഫിലുണ്ടായ വ്യത്യാസം എനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ പോലും കഴിയില്ല. കാരണം ഉം. നമ്മള് ആ ഒരു പ്രായത്തില് ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രായമായപ്പോഴേക്ക് തന്നെ നമ്മള് മതം വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉം. മതം വിടുന്നതിന് മുമ്പുള്ള അനുഭവങ്ങൾ അധികം പറയാനില്ല. ഉം. ഏ, ഞാൻ കുട്ടിക്കാലത്ത് മദ്രസയിലൊക്കെ പഠിച്ചിരുന്ന കാലത്തും എനിക്ക് എന്റേതായ ചില സവിശേഷതകളുണ്ട് എന്നുള്ളത് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉം. ഞാൻ ആ ഒരു ചെറിയ അനുഭവം പറയാം. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് മദ്രസയിലും സ്കൂളിലും 4ാം ക്ലാസ്സിലാണ്. ഉം. അപ്പൊ 4ാം ക്ലാസ്സില് എന്നെ പഠിപ്പിക്കുന്നത് കുഞ്ഞിരാമൻ മാഷ് എന്ന് പറയുന്ന ഒരു മാഷാണ്. ഉം. അന്ന് ആ സ്കൂളില് 4 അധ്യാപകരും ഒരു അറബി അധ്യാപകനും അങ്ങനെ 5 അധ്യാപകരാണ് ഉള്ളത്. അതിൽ ഒരു അധ്യാപകൻ എന്റെ വാപ്പ തന്നെയാണ്. ഉം. അപ്പൊ എന്നെ 1ാം ക്ലാസ് പഠിപ്പിച്ചത് എന്റെ വാപ്പയാണ്. എന്റെ ഉം. വാപ്പ ഉൾപ്പെടെ ആ സ്കൂളിലുള്ള 5 അധ്യാപകരിൽ 4 അധ്യാപകരും മുസ്ലിങ്ങളായിരുന്നു. ഉം. കുഞ്ഞിരാമൻ മാഷ് മാത്രം മുസ്ലിം അല്ലാത്തൊരു മാഷ്. ഉം. പക്ഷെ ആ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള മാഷ് കുഞ്ഞിരാമൻ മാഷായിരുന്നു. ഉം. കാരണം ബാക്കിയുള്ള അധ്യാപകരൊക്കെ വളരെ എന്താണ് ക്രൂരമായി പെരുമാറും, വടിയെടുത്ത് ശിക്ഷിക്കും. ഉം. കാര്യമായ ഒരു സർഗാത്മകമായ കഴിവുകളൊന്നും ഇല്ലാത്ത എന്റെ വാപ്പ ഉൾപ്പെടെ അങ്ങനെയുള്ള അധ്യാപകരായിരുന്നു. പക്ഷെ കുഞ്ഞിരാമൻ മാഷ് അങ്ങനെയല്ല. നന്നായി കവിത ചൊല്ലും, പാട്ട് പാടും, ചിത്രം വരക്കും, കുട്ടികളെ കളിപ്പിക്കും, വടിയെടുക്കില്ല. ഉം. കുട്ടികളോട് വളരെ വാത്സല്യപൂർവ്വം പെരുമാറും. അങ്ങനെ ആ സ്കൂളിലെ ഏറ്റവും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന അധ്യാപകനായിരുന്നു ഈ കുഞ്ഞിരാമൻ മാഷ്. ആ ഉം. സമയത്താണ് 4ാം ക്ലാസ്സില് മദ്രസയിൽ പഠിക്കുമ്പോൾ ഉസ്താദ് എന്തോ പറയുന്നതിന്റെ അടുക്ക് ഈ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നരകത്തിൽ പോകും എന്ന് പറയുന്നത്. ഉം. അത് കേട്ടതോടുകൂടി ഞാനാകെ ഷോക്കായി. ഷോക്കാവുക മാത്രല്ല ഞാന് എന്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഞാനാകെ എന്റെ തൊണ്ടയൊക്കെ ഇടറി. ഞാൻ എണീറ്റ് നിന്നിട്ട് ഉസ്താദിനോട് ഈ ചോദ്യം ചോദിച്ചു. ഉം. അപ്പൊ നമ്മളെ കുഞ്ഞിരാമൻ മാഷ് വന്നു. അപ്പൊ എന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഒരു കുട്ടി ഇങ്ങനെ വിഷമത്തോടു കൂടി ആ ചോദ്യം ചോദിച്ചപ്പോ ഉസ്താദിന് നമ്മുടെ വികാരം മനസ്സിലായി. ഉസ്താദ് ഉം. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉം. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉം. അതൊക്കെ നമുക്ക് ദുആരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് എന്താണ് ഹിദായത്ത് കിട്ടുമ്പോ സ്വർഗ്ഗത്തിൽ പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ സമാധാനിപ്പിച്ചു. പക്ഷെ അത് ഉം. എന്നെ അത്ര തൃപ്തിപ്പെടുത്തിയില്ല. അങ്ങനെ ഒരു ഹിദായത്ത് കിട്ടാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാലോ. ഉം. അങ്ങനെ ഞാൻ ആ വിഷമമായിട്ട് വീട്ടിൽ ചെന്ന് വീട്ടിന്ന് ഞാനിങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എന്റെ ഉമ്മയൊക്കെ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മാനോട് ഞാൻ ഈ പ്രശ്നം പറഞ്ഞു. ഉം. രാത്രിയൊന്നും എനിക്ക് ഉറക്കം വരില്ല. ഇത് ഓർത്തിട്ട് ഞാനിങ്ങനെ ഈ കുഞ്ഞിരാമൻ മാഷ് നരകത്തിൽ പോകുന്നത് ഓർത്തിട്ട് ഭയങ്കരമായി സങ്കടപ്പെട്ട് ഉം. അത് കുറെ കാലം എന്നെ വേട്ടയാടിയിട്ടുണ്ട്. എന്റെ ഉമ്മാക്കൊക്കെ അത് വലിയ ഫീലിംഗ് ആയിട്ട് ഉമ്മയെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ പറയും. ഉം. പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചത് ഈ 10-30 കുട്ടികളുള്ള ഒരു ക്ലാസ്സില് എല്ലാ കുട്ടികളും കുഞ്ഞിരാമൻ മാഷ് പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ഉം. പക്ഷെ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി? മറ്റാർക്കും അതൊന്നും ഒരു ഫീലിംഗ് ആയിട്ട് കാണുന്നില്ല. ഉം. അപ്പൊ മറ്റുള്ളവർക്കൊന്നും ഇപ്പൊ കുഞ്ഞിരാമൻ മാഷ് നരകത്തിൽ പോയാലും വലിയ ഫീലിംഗ് ഒന്നുമില്ല. എനിക്ക് മാത്രം ഇത് എന്തുകൊണ്ട് പ്രശ്നമായി എന്നുള്ളത് ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉം. എന്തോ ഒരു കുറച്ച് എമ്പതി കൂടുതലുള്ള അല്ലെങ്കിൽ മനുഷ്യരോട് കുറച്ചധികം മനുഷ്യ സ്നേഹം കൂടുതലുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉം. സത്യത്തിൽ എന്റെ വിശ്വാസമൊക്കെ തകർന്നു പോകാനുള്ള അടിസ്ഥാന കാരണം അത് തന്നെയാണ്. ഉം. പിന്നീട് ഞാൻ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇതിനകത്ത് കാണുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ ഒരു ധാർമ്മിക ചിന്തയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന് കണ്ടതോടു കൂടിയാണ് നമുക്ക് ഉം. ഇതിനോട് വല്ലാത്തൊരു അകൽച്ച തോന്നിയത്. ഉം. ഞാൻ ആദ്യമായിട്ട് ഖുർആൻ
പരിഭാഷ വായിച്ച് അതിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കിയതോടുകൂടിയാണ് എന്റെ വിശ്വാസം പോകുന്നതെന്ന് ഞാൻ പലതവണ ഉം. പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഉം. ആ അനുഭവങ്ങളിലും എന്നെ ഏറ്റവും കൂടുതൽ ഇതിനോട് അമർഷം തോന്നിയ കാര്യങ്ങള് ഖുർആനിലെ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങള്, ഉം. അതുപോലെ അടിമകളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങള്, ഇതൊക്കെ വായിച്ചതോടുകൂടി തന്നെ ഇത് ദൈവം എഴുതിയതല്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. കാരണം ഒരു ദൈവത്തിന് അത്രയും മോശം സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് എന്റെ ധാർമ്മിക ചിന്തയിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. ഉം. അങ്ങനെയാണ് എന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. വിശ്വാസം അപ്പം നഷ്ടപ്പെട്ട് ഉം. കഴിയുമ്പളും ഇതിനെ എതിർക്കണം എന്നുള്ളൊരു ഉം. ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യ ഘട്ടത്തിൽ. പക്ഷേ ഉം. പിന്നീട് ഇത് എതിർക്കണം എന്ന് തോന്നിയത് വേറെ ഒരു സാഹചര്യത്തിലാണ്. അത് ഞാൻ പിന്നീട് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഞാന് മാഷിപ്പോ പറഞ്ഞില്ലേ ഇതിലേക്ക് അടിമത്തം അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള വിവേചനം ഇതൊക്കെ വായിക്കുമ്പോ ശരിക്കും ഒരു കുട്ടിയെ മാഷ് ആ സമയത്ത് ഒരു ടീനായിരുന്നല്ലോ. അപ്പം ഇത് വായിക്കുമ്പോ എന്തായിരുന്നു ഒരു ഷോക്കായിരുന്നോ? അതൊരു ഗ്രാജുവൽ പ്രോസസ് ആയിരുന്നോ? ഇത് ഇന്നലെ ഇത് വായിച്ചു, ഇന്ന് ഇത് വായിച്ചു. അപ്പൊ ഇതൊന്നും ഇങ്ങനെ അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. ഈ ഡോട്ട്സ് കണക്ട് ആവുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വായിക്കുമ്പോ പെട്ടെന്ന് ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഷോക്കായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്തായിരിക്കും ആ ഫീലിംഗ് ആ സമയത്ത്? തീർച്ചയായിട്ടും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രാജുവൽ ആയിട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല. ഒരു ഉം. ഷോക്ക് തന്നെയായിരുന്നു. കാരണം ഉം. ഖുർആനില് ഈ അടിമകളെ സംബന്ധിച്ചും, അടിമ സ്ത്രീകളെ സംബന്ധിച്ചും ഒക്കെ പറയുന്ന വാചകങ്ങൾ ആദ്യം വായിച്ചപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഖുർആൻ എടുത്തിട്ട് എറിയാണ് ചെയ്തത് ആദ്യം. വൗ! എന്നിട്ട് പിന്നെ കുറച്ച് എന്റെ മനസ്സ് തണുത്തതിന് ശേഷം വീണ്ടും അത് എടുത്തുകൊണ്ട് വന്നിട്ട് വായിക്കുകയാണ് ചെയ്തത്. ഉം. അത് ശരിക്കും ഷോക്ക് തന്നെയായിരുന്നു. കാരണം ഇതൊക്കെയാണോ ഒരു ദൈവം പറഞ്ഞ പുസ്തകം എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊക്കെ ഇത്രയും കാലം വിശ്വസിച്ചത്? ഇതാണോ ഈ കോടിക്കണക്കിന് മനുഷ്യര് ഉം. വിശ്വസിക്കുന്നത്? എന്നെ വല്ലാതെ അങ്ങ് ആശ്ചര്യപ്പെടുത്തുകയും എനിക്ക് ഭയങ്കരമായ ഷോക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഉം. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ഉം. ആ അടിമകളെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളിൽ അടിമകളെ മനുഷ്യരെ ദൈവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഈ ഉം. ഏകദൈവമായ അള്ളാഹുവും മറ്റു ദൈവങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഖുർആനിൽ പറയുന്ന ഉപമ പോലും ഉം. ഉടമകളും അടിമകളും തമ്മിലുള്ള വ്യത്യാസം. ഉം. മനുഷ്യർക്കിടയിലെ അടിമയും ഉടമയും തമ്മിൽ തുല്യരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു എന്ന ദൈവം മറ്റു ദൈവങ്ങളും തുല്യരല്ല എന്ന് പഠിപ്പിക്കുന്നത്. ഉം. അങ്ങനെയുള്ള ഉപമകളൊക്കെ വായിച്ചപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് ദൈവം എഴുതിയതല്ല. ഇത് ഏതോ നൂറ്റാണ്ടിൽ ഈ അടിമത്വമൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യര് ഉം. ആ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് എഴുതി പിടിപ്പിച്ചതാണ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഉം. അതുപോലെ പിന്നീട് വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി പിന്നീടുള്ള വായന ഒരു ക്രിട്ടിക്കൽ റീഡിംഗ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഉം. നമ്മള് അല്പം ശ്രദ്ധയോടുകൂടി തന്നെ ഇതില് ഏത് കാലഘട്ടത്തിൽ ആര് എഴുതിയതായിരിക്കാം എന്ന ഒരു ചിന്തയോടുകൂടി തന്നെ പിന്നെ ഖുർആൻ വായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വായിച്ചു ഉം. തീർത്തപ്പോഴേക്കും എന്റെ ഈമാനൊക്കെ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തില് ബഹിരാകാശത്ത് എത്തിക്കഴിഞ്ഞു. ഏകദേശം ഏത് പ്രായമായിട്ടുണ്ടാവും ആ സമയത്ത് ഇങ്ങനെ ഈ ഈമാനൊക്കെ വിട്ട ഞാന് സമയം? ഞാന് എസ്എസ്എൽസി കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചേരാൻ ഇരിക്കുന്ന ഉം. ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. 2-3 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ സമയത്ത്. ഉം. ആ സമയത്താണ് ഞാൻ ഇത് വായിക്കുന്നത്. അതുവരെ ഞാൻ ലൈബ്രറിയിൽ പോകുമായിരുന്നു. 8ാം ക്ലാസ് മുതലൊക്കെ ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. ലൈബ്രറിയിൽ പോയി എല്ലാ പുസ്തകങ്ങളും വായിക്കും. ഉം. അങ്ങനെ ഇത് ഞാൻ അതിനു മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉം. പിന്നീട് എന്നെ ഇത് വായിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ നാട്ടില് സുന്നികള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഉം. എന്റെ അമ്മാവനും അമ്മാവന്റെ മകൻ എന്റെ സഹോദരിയെ കല്യാണം കഴിച്ച തിരൂരുള്ള ആളാണ്. ഏഹ് അളിയനും ഒക്കെ ഉം. മുജാഹിദിന്റെ ആൾക്കാരാണ്. അപ്പൊ ഈ ഉം. അളിയനൊക്കെ ഈ നമ്മുടെ നാട്ടില് ഒരു മുജാഹിദ് യൂണിറ്റ് ഉണ്ടാക്കാനും ഉം. അവിടെ ഒരു മുജാഹിദ് പള്ളി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു ഉം. സാധ്യത എന്നിൽ കൂടെ കണ്ടെത്താമെന്ന് വിചാരിച്ചിട്ട് ഉം. എനിക്ക് ഖുറാഫാത്തിന്റെ ദീനിന്ന് മാറിയിട്ട് ഉം. ഈ തൗഹീദിന്റെ ദീനിലേക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞ നിർദ്ദേശമാണ് ഖുർആൻ പരിഭാഷ വായിക്കണം. ഉം. അർത്ഥമറിയാതെ ഓതിയിട്ട് കാര്യമല്ല. അതിലെ ആശയങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം. ഉം. അത് കേട്ടപ്പോ എനിക്ക് തോന്നി അത് ശരിയാണ്. അങ്ങനെ ഞാന് ഖുർആൻ പരിഭാഷ എടുത്ത് വായിക്കുകയാണ്. പക്ഷെ വായിച്ച് എനിക്ക് സംശയങ്ങൾ വന്നതോടുകൂടി ഈ വായിക്കാൻ നിർദ്ദേശിച്ച അളിയനോടും അമ്മാവനോടൊക്കെ പോയി സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഉം. അവര് കൃത്യമായ ഉത്തരവല്ല പറയുന്നത്. ഉം. അവര് ശരിക്കും ഇത് പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് പിന്നെ പല ഉത്തരങ്ങളും കിട്ടുന്നത്. മാത്രമല്ല അതിനകത്ത് ഈ പടച്ചോൻ തന്നെയാണ് എല്ലാവരെയും വഴിപഴപ്പിക്കുന്നത് എന്നിങ്ങനെ പുട്ടിന് തേങ്ങയിടും പോലെ പറയുന്നുണ്ട് ഉം. ഖുർആനിൽ. ഉം. അത് ആദ്യം തന്നെ നമ്മുടെ വിശ്വാസത്തിൽ വലിയൊരു സൂചി കുത്തുന്നത് പോലെയുള്ള ഉം. അനുഭവം ഉണ്ടാക്കി. കാരണം പടച്ചോൻ തന്നെ എല്ലാവരെയും വഴിപഴപ്പിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ പടച്ചോനും ചെകുത്താനും തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല. ഉം. എല്ലാത്തിനും കഴിയുന്ന പടച്ചോൻ എല്ലാവരെയും നന്നാക്കണം എന്ന് വിചാരിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഉം. പടച്ചോൻ എല്ലാവരെയും നന്നാക്കുകയല്ല ചെയ്യുന്നത്. ഉം. എല്ലാവരെയും വഴിപഴപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നും പടച്ചോൻ വഴിപഴപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ രക്ഷയില്ല എന്ന രീതിയിലൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്. ഈ വിധിവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം. ഉം. അത് നോക്കുമ്പോൾ ഇസ്ലാമിന്റെ ഈമാൻ കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അത് മനുഷ്യന്റെ സാമാന്യ യുക്തിയുമായിട്ടോ ഈ മതം ഉം. തന്നെ പറയുന്ന മറ്റു സിദ്ധാന്തങ്ങളുമായിട്ടോ ഒരിക്കലും മാച്ച് ആവുന്നില്ല. അത് പരസ്പര വിരുദ്ധമായിട്ട് നിൽക്കുകയാണ്.
അതൊക്കെ ഉം. എന്റെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംശയം ചോദിക്കുമ്പോൾ ഇതെന്താ ദൈവം എല്ലാം മുൻകൂട്ടി തീരുമാനിക്കുകയും ഉം. മുൻകൂട്ടി എഴുതി വെക്കുകയും പിന്നെ എല്ലാം ദൈവം തന്നെ മനുഷ്യനെ പഴപ്പിക്കുകയും ദൈവം തന്നെ മനുഷ്യനെ നേർമാർഗത്തിലാക്കുകയും ഒക്കെയാ ഉം. ചെയ്യുന്നു എങ്കിൽ പിന്നെ ഇതിന് മൊത്തത്തിൽ എന്താണ് ഇതിനൊരു അർത്ഥം? അവിടെ ഉം. മനുഷ്യർ നിരപരാധികളല്ലേ? ദൈവമല്ലേ എല്ലാത്തിനും കുറ്റക്കാരൻ? ഈ ഉം. ചോദ്യം നമ്മൾ സംശയമായിട്ട് ഇവരുടെ അടുത്തൊക്കെ ഉന്നയിച്ചു. ഉം. അപ്പോ അതിന് മറുപടിയില്ല. അതിന് മറുപടി വെച്ചാൽ അതിന് എന്റെ ഈമാൻ ചെലുത്താൻ കൊണ്ടുപോയി എനിക്ക് ഹിദായത്ത് തിരിച്ചു തരണേന്ന് പറഞ്ഞിട്ട് പടച്ചവനോട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കലും ഉം. കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയലും ഒക്കെ ആയി അതിന് മറുപടി. പക്ഷെ ഉം. അതൊരു മറുപടിയല്ല. അവിടെ സെന്റിമെന്റ്സ് അടിച്ചിട്ട് നമ്മളെ അതെ. വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മറുപടി ഉം. കിട്ടും. അതെ, അവിടെ അതെ. വെച്ചിട്ട് തന്നെ നമ്മൾ വിശ്വാസവുമായിട്ട് പിരിഞ്ഞു. പിന്നെ വിശ്വാസവുമായിട്ട് ഒരിക്കലും സന്ധി ചെയ്യേണ്ടി വന്നിട്ടില്ല. ഉം. അപ്പൊ മാഷ് ഇതില് മാഷിന്റെ ഒരു വീഡിയോയില് മാഷ് പറയുന്ന ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് എന്താന്ന് വെച്ചാല്, ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷിക്കുഞ്ഞ് നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ചു തരും. പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ പടച്ചോൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു അമ്മ കുട്ടികളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ പടച്ചോന് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ പടച്ചോൻ തന്നെ ഖുറാനിൽ പറയുന്നുണ്ട്, വെട്രാ അവനെ പോയി അടിക്കടാ, അവന്റെ തല ഉം. എടുത്ത് കൊണ്ടുവാ എന്ന് പറഞ്ഞു ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനോട് പറയും. അപ്പൊ മാഷ് ഇത് പറയുന്നുണ്ട്. അപ്പൊ ഒരു അമ്മ കുട്ടിയെ നോക്കിയിട്ട് നീ നിന്റെ അനിയനെ പോയി തല്ല് എന്നിട്ട് അവന്റെ തല ഇങ്ങെടുത്ത് അങ്ങനെ ഒരിക്കലും പറയില്ലല്ലോ. അപ്പൊ അതൊരു ഫേക്ക് ഉം. മുഹമ്മദിന്റെ ഫേക്ക് അടിയാണ്. പടച്ചോൻ മുഹമ്മദിന്റെ ഫേക്ക് അടിയാന്ന് നമുക്ക് അത് വായിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ? അതെന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ശരി ഒരു അമ്മ അങ്ങനെ ഒരിക്കലും ഒരു കുട്ടിയോട് പറയില്ലല്ലോ. നിങ്ങൾ തമ്മി തമ്മി തല്ലി കൊന്ന് ഇടുവായോന്നൊക്കെ. യാ. ഒരമ്മ പറയില്ല, ഒരച്ഛൻ പറയില്ല, ഒരു ഉം. അധ്യാപകൻ തന്റെ കുട്ടികളെ കുറിച്ചും പറയില്ല. ഞാൻ അധ്യാപകന്റെ ഉദാഹരണം ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉം. 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി വേറൊരു കുട്ടിയുടെ പെൻസിൽ പൊട്ടിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ഓടി ചെന്നിട്ട് ഒരു കത്തി എടുത്ത് കൊടുത്തിട്ട് ദാ ഓനെയായിട്ട് കുത്തി കൊല്ലടാന്ന് പറഞ്ഞിട്ട് കുത്താൻ കത്തി കൊടുക്കുവോ ഈ കുട്ടിക്ക്? ഒരു ഉം. കുട്ടി വികൃതി കാട്ടിയ കുട്ടിയെ മറ്റേ കുട്ടിയെ കുത്തി കൊല്ലടാന്ന് പറഞ്ഞിട്ട് കത്തി കൊടുക്കൂല. ഉം. ഈ കുട്ടി കുത്തിയിട്ട് ശരിക്ക് കൊള്ളുന്നില്ലെങ്കിൽ ഉം. അധ്യാപകൻ ഈ ഹെഡ് മാസ്റ്റർ പോയിട്ട് കുത്തു കൊള്ളിക്കാൻ സഹായിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ മലക്കുകളെ സഹായിച്ചിടും. യാ. പടച്ചോൻ ഈ ഖുർആനിൽ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഭീതി ഇട്ട് തരും. ആ ഉം. സമയത്ത് നിങ്ങൾ അവരുടെ കഴുത്തിന് വെട്ടിക്കോ ഉം. എന്നാണ് പറയുന്നത്. ഉം. ഇത് ബദർ യുദ്ധത്തിന്റെ സമയത്ത് പറഞ്ഞതാണെന്നാ പറയുന്നത്. അതെ. ആര് തമ്മിലാണ് ബദർ യുദ്ധം ഉണ്ടായത്? എന്തിനു വേണ്ടിയാ ബദർ യുദ്ധം ഉണ്ടായത്? അത് പരിശോധിക്കുമ്പോൾ ഈ അള്ളാഹു തന്നെ പറയുന്നത് മക്കയിലുള്ള ഈ ഖുറൈശികളെ മുഴുവൻ അള്ളാഹു വഴി പഴപ്പിച്ചതാണ്. ഉം. അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ അള്ളാഹു മൂടിയിട്ടതാണ്. ഉം. അവരെ മുഹമ്മദ് നബിക്കെതിരായിട്ട് കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ അള്ളാഹു നിയോഗിച്ചതാണ് ഉം. എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഉം. ആ അവരുടെ ഹൃദയങ്ങൾക്ക് മൂടിയിട്ടിട്ട് ഈമാന്റെ വെളിച്ചം അങ്ങോട്ട് കേറാതിരിക്കാനുള്ള പണിയെല്ലാം ഒപ്പിച്ച അതേ അള്ളാഹു ആണ് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ ഭയം വിട്ടുകൊടുക്കും. അപ്പൊ നിങ്ങൾ അവരെ കഴുത്തങ്ങ് വെട്ടിക്കുമെന്ന് പറയും. ഇത് രണ്ടും ഇത് രണ്ടും കൂടെ വെച്ചിട്ട് എന്താണ് ഇപ്പൊ അള്ളാഹുവിന്റെ ഒരു കുഴപ്പം? അള്ളാഹുവിന് സ്വന്തം ഷെമ്മി. സൃഷ്ടികളായ മനുഷ്യരെ പരസ്പരം കഴുത്ത് വെട്ടിച്ചിട്ട് അള്ളാഹുവിന്റെ ഒരു അസ്തിത്വം സ്ഥാപിക്കേണ്ട ഗതികേട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ദൈവമാണത്? ഈ ചോദ്യങ്ങൾക്കൊന്നും സ്റ്റാൻഡേർഡ് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇന്ന് വരെ ഉത്തരം കിട്ടിയിട്ടില്ല. അൺമാസ്കിങ് ഞാൻ അവരെ പേര് പറയുന്നില്ല. ചിലപ്പോ എന്റെ ചാനലിന് കോപ്പിറൈറ്റ് വന്നാലോ. ഞാൻ ജസ്റ്റ് ട്രോളാൻ നിൽക്കരുത്. വേണ്ട, വേണ്ട. ഓക്കെ. അപ്പൊ ആ സമയത്ത് എന്നുവെച്ചാൽ ഇതിപ്പോ ഒരുപാട് വർഷം മുമ്പാണ് ഈ മാഷിക്ക് ഈ ഡൗട്ട് വരുന്നതും. ആ സമയത്ത് മാഷിന്റെ പാരലൽ ആരുമില്ല. ഇപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നാൽ എനിക്ക് മാഷിന് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു ഫ്രറ്റേണിറ്റിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് മാഷ് ഒറ്റക്കാണല്ലേ. അപ്പൊ അതെങ്ങനെ ആ ഒരു ഐസൊലേഷൻ എങ്ങനെ പ്രോസസ് ചെയ്തു? അതൊരു വലിയ പ്രശ്നമാണ്. അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഉം. ഞാൻ ആ കാലത്ത് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ മാത്രം ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. ഉം. ബാക്കിയുള്ളവർക്ക് ആർക്കും ഇങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. ഉം. ഇതെന്താ എന്റെ കുഴപ്പം കൊണ്ടാണോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ഉം. എനിക്ക് ആ സമയത്ത് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉം. പക്ഷേ എനിക്ക് ഇങ്ങനെ അല്ലാതെ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുമില്ല. ഉം. ആ സമയത്ത് ഞാന് എന്നെപ്പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് പിന്നെ നടത്തുന്നത്. ഉം. ആ അന്വേഷണത്തില് ആ കാലത്ത് ആകപ്പാടെ 2 പേരാണ് ഇസ്ലാം മതത്തിൽ നിന്ന് മതം പഠിച്ച് പുറത്തു പോയവരായിട്ട് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ളത്. ഉം. ആ 2 പേരെ പിന്നീട് ഞാൻ കണ്ടെത്തുന്നു. അങ്ങനെ ഉം. കണ്ടെത്തി അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. ഈ കണ്ടെത്തുക, സൗഹൃദം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഏർപ്പാടെന്താന്നറിയോ? അന്ന് ഉം. നേരിട്ട് ബസ് കേറി പോണം. കോഴിക്കോടാണ് ഇവര് 2 പേരും. ഉം. അപ്പൊ ഇവിടുന്ന് കുറേ ബസ്സുകളിൽ കേറി കോഴിക്കോടൊക്കെ എത്താന്ന് പറയുന്നത് ഒരു ദിവസത്തെ മെനക്കെടാണ്. ഒരു ഉം. കോഴിക്കോട് പോയിട്ട് വരാണ്. ഉം. അങ്ങനെ ബസ് കേറി പോവണം. അതല്ലെങ്കിൽ
പോസ്റ്റ് കാർഡിൽ 15 പൈസയുടെ പോസ്റ്റ് കാർഡിൽ കത്ത് എഴുതിയിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യണം. ഉം. ഈ കത്ത് അവിടെ കിട്ടി അതിനുള്ള മറുപടി വരുമ്പോഴേക്ക് ഒരാഴ്ച 2 ആഴ്ചയെങ്കിലും ചുരുങ്ങിയത് കഴിയും. അങ്ങനെ ഉം. ഈ 2 ആഴ്ച സമയം എടുത്തിട്ട് പോസ്റ്റ് കാർഡിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ് ഞാനും കോഴിക്കോടുള്ള കാപ്പാടുള്ള അബ്ദുൽ മാഷും ഉം. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഇ.വി. ഉസ്മാൻ കോയ. ഉം. അദ്ദേഹത്തിന് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഞങ്ങൾ അവിടെയാണ് സന്ധിക്കുക. ഞാൻ അവിടെ ചെല്ലും. കത്ത് എഴുതിയിട്ട് ഞാൻ അവിടെ ചെല്ലും. അപ്പൊ അബ്ദുൽ മാഷ് അവിടെ വരും. അങ്ങനെ ഞങ്ങൾ ഈ ഉസ്മാൻ കോയ ഡോക്ടറുടെ ക്ലിനിക്കിൽ വെച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ഈ ഉം. ആശയങ്ങൾ ചർച്ച ചെയ്യും. ഉം. പുസ്തകങ്ങൾ കൈമാറും. അങ്ങനെ ഈ 3 പേരുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ് അന്ന് കേരളത്തിൽ എക്സ് മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്നത്. ഉം. അതിൽ ആദ്യം വന്നത് അബ്ദുൽ മാഷാണ്. പിന്നെ ഉം. വരുന്നത് ഉസ്മാൻ കോയ ഡോക്ടറാണ്. മൂന്നാമത് വരുന്നത് ഞാൻ. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നീട് കുറച്ച് പേരൊക്കെ വേറെ 1, 2 പേര് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു 5ഓ 6ഓ പേരുള്ള ഒരു ഗ്രൂപ്പാണ് പിന്നീട് കുറേ കാലം കേരളത്തിൽ ഇസ്ലാമിനെതിരായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും ഉം. അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ കൈമാറുകയും ഉം. അതിനെക്കുറിച്ച് ചെറിയ ലേഖനങ്ങൾ തയ്യാറാക്കി യുക്തിവാദികളുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഉം. അപ്പൊ അതിനൊക്കെയുള്ള അന്നത്തെ ഒരു വേദി എന്ന് പറയുന്നത് യുക്തിവാദി സംഘം എന്ന് പറയുന്ന ഒരു സംഘടന. ആ സംഘടനയൊക്കെ ഉണ്ട് നമ്മൾ വളരെ പിന്നീടാണ് അറിയുന്നത്. ഉം. അങ്ങനെ ആ സംഘടനയുമായി ബന്ധപ്പെടുന്നു. അതിന്റെ പ്രവർത്തകരൊക്കെ കണ്ടെത്തുന്നു. അതിലൂടെ നമ്മൾ അവരുടെ പരിമിതമായ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാസികയും ഒക്കെ ഉം. ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ എഴുത്തും ഒക്കെ തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഈ ആശയപ്രചരണം കേരളത്തിൽ തുടങ്ങുന്നത്. ഉം. പിന്നെ ഇടമറുകിനെയൊക്കെ പരിചയപ്പെട്ടു. ഇടമറുകും അബ്ദുൽ മാഷൊക്കെ കൂടി ചേർന്നിട്ടാണ് ഖുർആൻ ഒരു വിമർശന പഠനം എന്ന് പറയുന്ന ഒരു പുസ്തകം ഉം. തയ്യാറാക്കുന്നത്. ആ പുസ്തകം വന്നതോടുകൂടി സാഹിത്യ രംഗത്ത് കുറച്ചും കൂടെയൊക്കെ ഇസ്ലാം വിമർശനം ചർച്ചയായി. ഉം. അങ്ങനെ അങ്ങനെ തുടങ്ങിയതാണ് ഇസ്ലാം വിമർശനം കേരളത്തിൽ. ഉം. അപ്പൊ മാഷിന് ഒരുപാട് ഇതുപോലെ അറ്റാക്സും കാര്യങ്ങളൊക്കെ നേരിട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം മാഷിന്റെ കൊലീഗ്സ് ആയിട്ടുള്ള അവർക്ക് അങ്ങനെ എന്തെങ്കിലും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ? അതോ അവരും സേഫ് ആയിട്ടാണോ ക്രിറ്റിസൈസ് ചെയ്തിരുന്നത്? അതില് അബ്ദുൽ മാഷക്ക് ചില മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ അക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉം. പിന്നെ ഉസ്മാൻ കോയ ഡോക്ടർ പിന്നെ കുറച്ചും കൂടെ സേഫ് സോണിൽ നിന്നിട്ടാ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അദ്ദേഹം പിന്നെ ഒരു അറിയപ്പെടുന്ന ഡോക്ടറും വലിയ തറവാട്ടിലെ അംഗമൊക്കെ ആയതുകൊണ്ട് ഉം. അദ്ദേഹത്തിന് അങ്ങനെ വലിയ അക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ പിന്നീട് ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഉപയോഗിച്ച് സെന്റിമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉം. രംഗത്ത് നിന്ന് നിഷ്ക്രിയമാക്കി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ. ഉം. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് പണിയെടുത്തത്. അങ്ങനെ സ്വാഭാവികം. ഉസ്മാൻ കോയ ഉം. ഡോക്ടർ പിന്നീട് ഈ രംഗത്ത് നിന്ന് പതുക്കെ മാറി കുറെ ഉം. കാലം, അവസാന കാലം. പക്ഷെ വിശ്വാസിയായിട്ടൊന്നുമില്ല. ഉം. വിശ്വാസിയായി എന്ന് ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം വിശ്വാസിയൊന്നും ആയിരുന്നില്ല. ഉം. അക്ബർ ഞാനായിട്ടുള്ള ആ സംവാദത്തിനെ തുടർന്ന് അക്ബർ സംവാദത്തിന്റെ ഒരു പുസ്തകം ഇറക്കിയപ്പോൾ അതിനകത്ത് ഈ ഉസ്മാൻ കോയ ഡോക്ടർ മരിച്ചു എന്നൊക്കെ എഴുതിയിരുന്നു. ഉം. അപ്പൊ ഉസ്മാൻ ഡോക്ടർ ജീവിച്ചിരിപ്പുള്ളപ്പോഴാണ് അത് എഴുതിയത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഉസ്മാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് എന്റെ ചാനലിൽ പബ്ലിഷ് ചെയ്തു. അങ്ങനെ അപ്പം ഈ മാഷി ആക്ടിവിസം തുടങ്ങുന്നു എന്ന് വെച്ചാൽ സ്വന്തം ഇങ്ങനെ ചിന്ത വന്നതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആക്ടിവിസം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. അപ്പം ആക്ടിവിസം തുടങ്ങുന്നതിന്റെ ശേഷം അതിന് മുമ്പുള്ള ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് ക്രിറ്റിസിസം കിട്ടും, തെറി കിട്ടും, അറ്റാക്സ് കിട്ടും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പേഴ്സണാലിറ്റി എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? അത് അന്നത്തെ ആ സെയിം എന്താ പറയാ പേഴ്സണാലിറ്റി ആണ് മുമ്പ് ഉണ്ടായിരുന്നത്? അത് രസകരമായ വേറൊരു ചോദ്യമാണ്. കാരണം ഒരുപക്ഷെ ഈ ലോകത്ത് ഉം. എന്റെ അത്ര തെറി കേട്ട ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. ഉം. കാരണം 50 കൊല്ലമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് തെറിയും ഉം. ഭീഷണിയും ചീത്തയും. ഉം. അപ്പൊ ശരിക്ക് ഈ തെറി കേൾക്കല് എന്റെ ഒരു ഊർജമാണ്. ഇത്രയും തെറികൾ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇത് ഇടയ്ക്ക് ഇട്ടേച്ച് പോകുമായിരുന്നു. ഉം. എനിക്ക് ഒരു ഇൻസ്പിറേഷനും ഊർജവുമായി എപ്പോഴും മാറിയിട്ടുള്ളത് ഇതാണ്. ഞാൻ അതിനെ വളരെ തമാശയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരിക്കലും ഉം. വൈകാരികമായിട്ട് ഈ തെറികളെ നമ്മള് അവരെന്ത് വികാരത്തോടു കൂടിയാണോ ഇങ്ങോട്ട് തെറി പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വികാരത്തോടു കൂടിയാണ് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഉം. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഉം. അതിൽ നിരപരാധികളാണ്. ഉം. കാരണം ഈ മതവിശ്വാസത്തിന്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഉം. പ്രത്യേകിച്ച് ഇസ്ലാം മതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഉം. ആശയപരമായ ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ ഒരു ആശയവിനിമയത്തിനോ പറ്റിയ ഒരു ഐഡിയോളജിയെ അല്ല ഇസ്ലാം. ഉം. അത് അവർക്കും അറിയാം, നമുക്കറിയുന്നതിനേക്കാൾ നന്നായിട്ട്. അതുകൊണ്ടാണ് അവര് ഈ മാർഗം അവലംബിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മാർഗം അതല്ല. ഇന്നലെ നിങ്ങൾ തന്നെ ഒരു ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടില്ല. ആദ്യം കൈകൊണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്.
ഉം. കൈ എന്ന് പറഞ്ഞാൽ വാളോ കത്തിയോ. ഉം. അതിന്റെ ആ ഓപ്ഷൻ ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് പിന്നെ വാക്കുകൊണ്ടും ഉം. ചീത്ത കൊണ്ടും. ആ ഓപ്ഷനും ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ വെറുക്കുക. ഈ 3 ഓപ്ഷനാണ് അല്ലെങ്കിൽ ഇസ്ലാം ചാനൽ റിപ്പോർട്ട് മുന്നോട്ട് അടിക്കുക. ഇപ്പൊ പറ്റുന്ന കാര്യം. റിപ്പോർട്ട് അടിക്കുക, അതുപോലെ ബ്ലോക്ക് ചെയ്യുക. ആ അതെ. ഇപ്പൊ ഇതാണ് ഈ റിപ്പോർട്ട് അടിച്ചിട്ടും ഇതുപോലെ ചെയ്തിട്ട് അത് മുമ്പും ഉണ്ട്. അത് മുമ്പ് ഉം. വെച്ചാൽ കേസ് കൊടുക്കലും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യലും പിന്നെ ഉം. നമ്മള് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എഴുതുകയാണെങ്കിൽ ഉം. അവിടെ പോയിട്ട് ആ പ്രസിദ്ധീകരണത്തെ ഇല്ലാതാക്കുക അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഉം. പെരിന്തൽമണ്ണയില് ഒരു കുറച്ച് മുമ്പാണ് ഒരു 10-20 വർഷം 10-25 വർഷം മുമ്പാണ് ഒരു സായാഹ്ന പത്രത്തില് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒരു ലേഖനം എഴുതി. ഉം. മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ സംശയിക്കുന്നു എന്ന് പറഞ്ഞു. ഉം. ആ ലേഖനം പ്രസിദ്ധീകരിച്ചത് സായാഹ്ന പത്രത്തിൽ ആ ലേഖനം പ്രസിദ്ധീകരിച്ചതിന്റെ പിറ്റേ ദിവസം ആ പത്രം പൂട്ടേണ്ടി വന്നു പെരിന്തൽമണ്ണ. ഉം. പത്രം പൂട്ടേണ്ടി വരിക മാത്രമല്ല അത് എഴുതിയ ആളെ അന്ന് രാത്രി തന്നെ അയാളുടെ വീട്ടില് 5-6 മഹല്ലിൽ നിന്നുള്ള ആളുകള് പോയിട്ട് രാത്രിയിൽ വീട് വളഞ്ഞു ഉം. അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവസാനം അവന്റെ ഉമ്മയും ബാപ്പയൊക്കെ കൂടെ അവരുടെ കാല് പിടിച്ച് കരഞ്ഞ് അവനെ കാല് പിടിച്ച് കരഞ്ഞ് അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് അപ്പൊ അവർ ഉം. ഉപാധി വെച്ച് അങ്ങനെയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഓനെയും കൊണ്ട് പള്ളിയിലേക്ക് വരണം, പള്ളിയിൽ വെച്ചിട്ട് അവൻ വീണ്ടും കലിമ ചൊല്ലി തൗബ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും എന്ന രീതിയിൽ പറയൂ. ഉം. അവസാനം അവൻ അടുത്ത വെള്ളിയാഴ്ച വാപ്പിയും ഇവരൊക്കെ കുടുംബക്കാരും കൂടെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് കലിമ ചൊല്ലിക്കുകയും തൗബ ചെയ്യിക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തോടു കൂടി അയാളുടെ യുക്തിവാദം അവിടെ അവസാനിപ്പിച്ചു. അയാൾ ഇന്ന് ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്താണ്, ഉം. ബന്ധപ്പെടാറുണ്ട്. വിശ്വാസിയായില്ല, പക്ഷെ യുക്തിവാദമൊക്കെ നിർത്തിയിട്ട് പുറകെ പോയി. ഇത് ഒരാളുടെ അനുഭവമല്ല, ഉം. എത്രയോ ആളുകൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉം. ഇന്നിപ്പോ അത്തരത്തിൽ അക്രമം നടത്താൻ പോലും ഇവർക്ക് പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതെ. നമ്മുടെ നാട്ടില് തണ്ടൊടിഞ്ഞു എന്ന് പറയും. ആ ഇപ്പൊ ഈ ഇൻസിഡന്റ് പറയുമ്പോ തന്നെ എനിക്കിങ്ങനെ എന്റെ ബ്ലഡ് ബോയിൽ ചെയ്ത് വരും. കാരണം നമ്മള് കൂടെ ഡയറക്റ്റ്ലി അല്ലെങ്കിലും നമ്മളുടെ ഒരു ആശയത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ഏഹ്, ഇന്ത്യൻ നിയമം അല്ലെങ്കിൽ സെക്യുലർ ലോ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു മഹല്ല് കമ്മിറ്റി ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു നിയമസംഹിത അല്ലെങ്കിൽ ഒരു ശരീഅത്ത് പോലെ ചെയ്യുന്നതൊക്കെ വളരെ മോശമല്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഇഷ്യൂ മാഷ് നേരിട്ട് വരുമ്പോൾ എനിക്കാണെങ്കിൽ എന്തായാലും ദേഷ്യം വരും. അപ്പൊ മനുഷ്യ സഹജമായിട്ട് എല്ലാവർക്കും ദേഷ്യം വരില്ല. അപ്പൊ മാഷ് എങ്ങനെയാണ് ഈ കമ്പോഷർ കീപ്പ് ചെയ്യുന്നത്? എന്നുവെച്ചാൽ എപ്പോഴും കാമായിട്ട് ദേഷ്യം വന്നാലും മാഷ് അങ്ങനെ ലാംഗ്വേജ് എങ്ങനെ മയപ്പെടുത്തുന്നേ? അത് നമ്മൾ കുറെ കാലമായിട്ട് പരിശീലിച്ചതാണ്. ആദ്യകാലത്തൊക്കെ കുറച്ച് ഉം. ആദ്യകാലത്ത് തന്നെ ഞാൻ ഇപ്പൊ മയത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും ആദ്യകാലത്ത് വളരെ കടുത്ത സാധനമാണ്. ഉം. കാരണം ഇപ്പൊ അത് കടുപ്പം കുറഞ്ഞു എന്ന് തോന്നാൻ കാരണം ഇതിനേക്കാൾ കടുപ്പമുള്ള ആളുകൾ വേറെ വന്നതുകൊണ്ടാണ്. ഇപ്പൊ ഉം. ആരിഫ് ഹുസൈനും അതുപോലെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇതിന്റെക്കാൾ ഭീകരമായി ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മര്യാദക്കാരനായത്. ഇപ്പൊ അവര് തന്നെ ഉം. പറയുന്നുണ്ട് ജബ്ബാർ മാഷൊക്കെ കുഴപ്പമില്ല, ഉം. മര്യാദക്കാരനാണെന്ന്. പക്ഷെ ഞാനിത് തുടങ്ങുന്ന കാലത്ത് അങ്ങനെയല്ല. ഉം. ഞാനിത് തുടങ്ങുന്ന കാലത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്ര ഭീകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കണക്കാക്കിയത്. ഉം. അതുകൊണ്ട് എനിക്ക് നേരെ നല്ലപോലെ തെറിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മളെ ഏതെല്ലാം രീതിയില് സമൂഹത്തിന്റെ മുമ്പിൽ താറടിക്കാൻ പഴുതുണ്ടോ, ആ പഴുത് അന്വേഷിച്ചുള്ള പലതരം ഗവേഷണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടത്തി ഒന്നും കിട്ടാതിരുന്നപ്പോ നുണകൾ പറഞ്ഞുകൊണ്ട് നമ്മളെക്കുറിച്ച് അപഖ്യാതികൾ പ്രചരിപ്പിക്കുക അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ എന്നെ അറിയുന്ന ആളുകൾക്കൊന്നും അത്തരത്തിലുള്ള ഒരു അപഖ്യാതിയും ഏശുകയില്ല എന്നതുകൊണ്ട് ഞാൻ ഉം. അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിച്ചു പോരാണ് ചെയ്തത്. ഇപ്പൊ അവർക്ക് അത് അത് അറിയാം. അതുകൊണ്ടൊന്നും ഉം. ഫലമില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരം കലാപരിപാടികളൊന്നും ഇന്ന് നമ്മുടെ നേരെ ഏൽക്കുകയില്ല. കാരണം നമ്മൾ ജീവിച്ചത് ഓപ്പൺ ആയിട്ടാണ്. തുറന്ന പുസ്തകം പോലെയാണ് ഈ മലപ്പുറത്ത് ജീവിച്ചത്. ഉം. വിശ്വാസികൾക്കിടയിലാണ് ജീവിച്ചത്. ഒരു ഉം. അധ്യാപകൻ എന്നുള്ള നിലക്ക് 99% മുസ്ലിം കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഒരു 10-40 കൊല്ലം മുസ്ലിം കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. അപ്പൊ ആ കുട്ടികള്, അവരുടെ രക്ഷിതാക്കള്, നമ്മള് ജീവിതത്തിൽ ബന്ധപ്പെടുന്ന നാട്ടുകാര് ഇവരെല്ലാവരും വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം. ആ ഉം. സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ വിശ്വാസത്തെ എതിർക്കുകയും ജീവിതത്തിൽ മറ്റു കാര്യങ്ങളിൽ അവരോടൊക്കെ മനുഷ്യത്വപരമായിട്ട് പെരുമാറുകയും നമ്മൾ പറയുന്ന ആശയങ്ങൾ നമ്മളുടെ സ്വന്തം ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ആകാവുന്നത്ര പ്രാക്ടിക്കലാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് നമ്മൾ വലിയ അക്രമങ്ങളൊന്നും അറിയുന്ന ആളുകളിൽ നിന്ന് നേരിടാതെ ജീവിച്ചത്. അക്രമം നേരിട്ടുള്ളത് പലപ്പോഴും നമ്മളെ നേരിട്ട് അറിയാത്ത മറ്റു പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് പ്രസംഗിക്കുമ്പോഴും ഉം. ഒക്കെയാണ്
അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നേരിട്ടറിയുന്ന ആളുകളിൽ നിന്ന് അങ്ങനത്തെ അനുഭവങ്ങൾ തീരെ ഉണ്ടായിട്ടില്ല. ഉം. പക്ഷെ പേര് സമാധാന മതം എന്നാണേനും. ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ഏഹ്, ഇത് ഭയങ്കര എക്സോസ്റ്റീവ് അല്ലേ? കാരണം നമ്മളിപ്പം എക്സ് മുസ്ലിമാന്ന് പറയണ്ട. നിസ്കാരം 3 എന്താ പറയാ 3 തവണ ഉള്ളൂന്ന് നമ്മള് പറഞ്ഞാ മതി. 3 വക്തുള്ളൂന്ന് നമ്മള് പറഞ്ഞാ മതി. അപ്പഴത്തന്നെ നമ്മളൊരു വഴിയിൽ നടന്നു പോകുമ്പഴും നിക്കവിടെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. നീ എന്താ ഇങ്ങനെ പറയുന്നെ? നമ്മള് എവിടെ പോകുമ്പഴും നമ്മളെ ലൈഫിലെ ഏത് ആസ്പെക്ട് ആണെങ്കിലും നമ്മള് നിർത്തി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം മാഷ്ക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കാരണം എന്തായാലും മാഷ് അറിയപ്പെടുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ ഇത് പുറത്ത് പറയുന്ന ലേഖനങ്ങളൊക്കെ എഴുതുന്ന ആളാ. അപ്പൊ മാഷ് എവിടെ പോകുമ്പോഴും എല്ലാരും കൂടി നിർത്തിയിട്ട് ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഏതെങ്കിലും കുട്ടിന്റെ പാരന്റ് വന്നിട്ട് മാഷ് നിക്ക് അവിടെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചോദിച്ച് ശല്യം ചെയ്യല്. അപ്പൊ മാഷ് എങ്ങനെയാ അതിനെ ഡീൽ ചെയ്യാ? അങ്ങനെ നമ്മുടെ കുട്ടികളുടെ പാരന്റ്സോ അല്ലെങ്കിൽ നമ്മള് ജീവിതത്തിൽ നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളോ ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകള് അങ്ങനെയുള്ള ആളുകളൊക്കെ പലയിടത്തും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഉം. അപ്പൊ അവരോടൊക്കെ ഞാൻ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും മറു ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഉം. അങ്ങനെ അവര് പിന്നെ നിസ്കരിക്കാൻ നേരായി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുക. കാരണം മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ വാച്ചിലേക്ക് നോക്കും. അപ്പൊ ഏതെങ്കിലും ഒരു വക്തിലായിരിക്കുമല്ലോ. ഒന്നുകില് അല്ലെങ്കിൽ ളുഹർ സുന്നത്ത്. ആവാനായിട്ടുണ്ടാവും, ഉം. അല്ലെങ്കിൽ അസർ ആവാനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഗ്‌രിബ് ആവാനുണ്ടായിട്ടുണ്ടാവും. ഉം. അപ്പൊ വാച്ചിക്ക് ഇങ്ങനെ നോക്കിയിട്ട് മഗ്‌രിബ് നിസ്കരിക്കാനുണ്ട് ഞങ്ങൾ പോട്ടെ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞ് പോവുക ചെയ്യുക. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ എത്രയോ തവണ പലരും ഉം. വന്നിട്ടുണ്ട്. ഈ ഉം. മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഉം. ഏഹ് സുന്നിയുടെയും ഒക്കെ നേതാക്കന്മാരായിട്ടുള്ള എഴുതുകയും അതിന്റെ ഉം. സംഘടനാ രംഗത്തൊക്കെ തലപ്പത്തൊക്കെയുള്ള ആളുകളടക്കം പലരും പല സന്ദർഭങ്ങളിലും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. വരുമ്പോ അവര് ഉം. ഭയങ്കര ആവേശത്തിലാണ് വരിക. ആവേശം എന്ന് ഉം. പറഞ്ഞാല് വളരെ വല്ലാത്തൊരു മുഖഭാവത്തോടു കൂടിയൊക്കെ അവര് നമ്മൾ ഇപ്പാണ് ശരിയാക്കി തരാന്നുള്ള രീതിയിലാണ് വരിക. ഉം. അപ്പൊ അവര് ആദ്യം വന്നിട്ട് അവരങ്ങനെ സംസാരിക്കും. ചിലപ്പോ 1 മണിക്കൂറോ 1.5 ഉം. മണിക്കൂറൊക്കെ അവരങ്ങനെ നിന്ന് സംസാരിക്കും. ഞാനങ്ങനെ ഇരുന്ന് ക്ഷമയോട് കൂടി ചിരിച്ചുകൊണ്ട് അങ്ങനെ കേൾക്കും. ഉം. കേട്ട് കഴിഞ്ഞ് അവസാനം അവരോട് നിർത്താൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പറയാനുള്ളത് കുറച്ച് പറയും. അപ്പൊ ഇതുപോലുള്ള 1, 2 ചോദ്യങ്ങള് അങ്ങോട്ട് ചോദിക്കും. ഉം. അതോടുകൂടി നിസ്കരിക്കാൻ നേരാവും. അതാണ് ഉം. നമ്മളെ ഒരു അനുഭവം. കാരണം ഉം. ചോദിക്കുന്ന ചോദ്യങ്ങള് ഇവർക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഉം. മറുപടി ഇല്ല. അങ്ങനത്തെ ഉം. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീട്ടില് പലപ്പോഴും വീട്ടില് ആളുകൾ വന്നിട്ടും പുറത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉം. പൊതുവിൽ നമ്മളുടെ രക്ഷിതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളില് ഞാൻ സ്കൂളിലൊന്നും അങ്ങനെ സ്റ്റാഫ് റൂമിലോ ഉം. മറ്റ് സഹപ്രവർത്തകരോടോ കുട്ടികളോടോ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. ഉം. കാരണം അസ്ഥാനത്തും അസമയത്തും പറയേണ്ട ഒരു കാര്യമല്ല ഈ യുക്തിവാദവും മതവിമർശനവും. ഉം. അത് നമ്മള് അനുഭവത്തിന്ന് തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ലാതാവും. ഉം. നിലനിൽപ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ആശയം പറയാൻ കഴിയാതെ വരും. ഉം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ഇത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയും, പറയേണ്ട സന്ദർഭങ്ങളിൽ പറയും. അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ജോലി മര്യാദക്ക് ചെയ്യും. ഉം. മറ്റുള്ളവരോട് ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുകയും അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശീലിച്ചു പോന്നിട്ടുള്ളത്. ഉം. കാരണം അന്ന് അതൊക്കെ നടക്കുള്ളായിരുന്നു. നമ്മൾ എല്ലായിടത്തും പോയിട്ട് ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാല് ഉം. നമ്മുടെ നില അപകടത്തിലാവും. അങ്ങനെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് ഉം. പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഉം. ചോദിച്ചു വന്നവർക്ക് ഇതുപോലെ നല്ല മറുപടികളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉം. ഇത് ഞാന് ലൈക്ക് ഒരു പെണ്ണായതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തതാണെന്ന് അറിയില്ല. ഐ തിങ്ക് ഇത് യൂണിവേഴ്സൽ ആണ്. ആണുങ്ങൾക്കുണ്ടാവും. അതാ അവള് യുക്തിവാദിയാണ്. ഓള് പോണോക്ക് ഓള് യുക്തിവാദിയാണ്. അങ്ങനത്തെ ഒരു തരണ്ട്. അവള് അവിടെ ഇരിക്കുന്നില്ലേ, ആ മൂലക്കില് അവളില്ലേ യുക്തിവാദിയാണ്. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ലെൻസ് നമ്മളിട്ട് പ്രൊജക്ട് ചെയ്യും. അങ്ങനെ മാഷിന് ഉണ്ടായിട്ടില്ല. മാഷ് സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന കാര്യം. അതുണ്ടായിട്ടുണ്ട്. അത് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അതാ നിരീശ്വരവാദി അതാ പോകുന്നു. നിരീശ്വരവാദി, നിരീശ്വരവാദി എന്നുള്ള ഉം. ഒരു ആക്ഷേപം പല ഭാഗത്തുനിന്നും കേട്ടിട്ടുണ്ട്. അത് ഉം. കുട്ടികളെ വിട്ടിട്ട് അത് അങ്ങനെ വിളിപ്പിക്കുക. പിന്നെ ഉം. മറഞ്ഞു നിന്നിട്ട് നിരീശ്വരവാദി പോണേ എന്ന് പറഞ്ഞ് വിളിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉം. കുട്ടികളെയൊക്കെ വിട്ടിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഒരു തമാശയായിട്ട് ആസ്വദിച്ച് അങ്ങനെ പോവുക ചെയ്യുക. ഉം. പക്ഷെ എന്താ ഈ നിരീശ്വരവാദി എന്ന് വിളിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അത് എന്താ സാധനം എന്ന് പോലും അറിയില്ല. അതിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ നേരിട്ട് പിടികൂടുകയാണെങ്കിൽ എന്താണ് ഈ ഉം. നിരീശ്വരവാദം എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് എന്താണെന്ന് അറിയില്ല. ഉം. അവരത് എന്തോ ഒരു ചീത്ത വാക്ക് എന്ന് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് എന്താണെന്ന് അവർക്കറിയില്ല. ഉം. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം തമാശയായിട്ട് കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവുക ചെയ്യാം. ഉം. ഞാൻ അങ്ങോട്ട് ആരെയും വൈകാരികമായിട്ട് ആരെയും നേരിടാൻ പോവാറില്ല. ഉം. പോയ സന്ദർഭങ്ങൾ വളരെ അപൂർവമായിട്ടുണ്ട്. ഇപ്പം മാഷ് ഒരു സുന്നി കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാഷ് ഒരു +2, +1 അല്ലെങ്കിൽ ആ ഒരു സമയത്താകുമ്പം പിന്നെ വഹാബിസമൊക്കെ കേരളത്തിൽ കടന്നു വന്നു.
അപ്പം ലൈക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവില്ലേ ആ ഒരു ട്രാൻസിഷൻ കാരണം, ഇൻക്ലൂഡിങ് ഈ ഗേൾസ് അല്ലെങ്കിൽ വുമൺ സാരി എടുത്തിരുന്ന ഗേൾസ് ഒക്കെ ചാക്കിലാവുന്ന അങ്ങനെ കുറെ ഒരു ട്രാൻസിഷൻ. അപ്പൊ അതുപോലെ മേജർ ആയിട്ട് കേരളത്തിൽ ഉണ്ടായ ട്രാൻസിഷൻ എന്താ മാഷ് നോട്ടീസ് ചെയ്ത് വഹാബിസം വന്നു ഓ. കഴിഞ്ഞതിന് ശേഷം? ഞാന് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ വളരെ തീരായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടമാണ്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ വേഷമായാലും അവരുടെ വിദ്യാഭ്യാസമായാലും അവരുടെ വിവാഹമായാലും അതൊക്കെ ഇന്ന് നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. ഉം. എന്റെ 3 സഹോദരിമാരെ വിവാഹം കഴിച്ചയക്കുന്നത് ഒരു 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 6-ാം ക്ലാസ് പഠിക്കേണ്ട പ്രായത്തിലാണ്. ഉം. എന്റെ ഏറ്റവും മൂത്ത സഹോദരിയെ വിവാഹം കഴിച്ചയക്കുന്നത് 4-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെയാണ്. രണ്ടാമത്തെ സഹോദരിയെ ഇപ്പൊ ഈ പറഞ്ഞ അളിയൻ കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് 12-13 വയസ്സേ ഉള്ളൂ. ഉം. എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കുമ്പോൾ അവൾ 7-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെയാണ്. 7-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അവളുടെ കല്യാണ ആലോചനകൾ നടക്കുന്ന സമയത്ത് എന്റെ ഉമ്മയും ബാപ്പയൊക്കെ ബേജാറിലായിരുന്നു. അവൾക്ക് പ്രായം കൂടിപ്പോയി, ഇനി പുതിയാപ്ലാരെ കിട്ടുമെന്ന് സംശയമാണ്, മൂപ്പ് ഏറിപ്പോയി എന്ന്. അത് 7-ാം ക്ലാസ് കഴിഞ്ഞ് 8-ാം ക്ലാസ്സിലേക്ക് പോവേണ്ട പ്രായത്തിലാണ് മൂപ്പ് ഏറി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയും ബാപ്പയൊക്കെ ബേജാറായി. അതാണ് ആ കാലത്തെ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് പറയാൻ. അതുപോലെ അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ 4-ാം ക്ലാസ് മാക്സിമം ഒരു മുസ്ലിം പെൺകുട്ടിക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 4-ാം ക്ലാസ് ആണ്. എന്റെ വാപ്പ ഒരു അധ്യാപകനായിട്ട് പോലും എന്റെ പെങ്ങന്മാരൊക്കെ 2 സഹോദരിമാരും 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്റെ അനിയത്തി അന്ന് ഞാൻ നാട്ടിലൊരു UP സ്കൂൾ വന്നതുകൊണ്ട് അനിയത്തിക്ക് ആ സമയത്ത് കല്യാണമൊന്നും വരാത്തത് കൊണ്ട് അനിയത്തി 7-ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് അവളെ കല്യാണം കഴിഞ്ഞു. ആൺകുട്ടികൾ ഞാനും എന്റെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമാണ് ഹൈസ്കൂളിലൊക്കെ പോയിട്ട് പഠിച്ചത്. കാരണം എന്റെ നാട്ടിൽ നിന്ന് ഹൈസ്കൂളിൽ പോകണമെങ്കിൽ ഒരു 10-12 കിലോമീറ്റർ നടന്നു പോകണം. അങ്ങനെ 12 കിലോമീറ്റർ അങ്ങോട്ടും 12 കിലോമീറ്റർ തിരിച്ചും 24 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്നത്, പ്രീ ഡിഗ്രി വരെ പഠിക്കുന്നത്. പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ ചെറിയ ജീപ്പും വണ്ടികളൊക്കെ ഓടാൻ തുടങ്ങിയത്. അതിനകത്ത് കയറാൻ പറ്റും. ഇത്രയും കാലം നടന്നിട്ടാവും. അപ്പൊ അന്ന് ഈ പെൺകുട്ടികളൊന്നും അങ്ങനെ നടത്തിയിട്ട് ഇത്രയും ദൂരമൊക്കെ പറഞ്ഞയക്കില്ല. മുസ്ലിം പെൺകുട്ടികളെ പ്രത്യേകിച്ച്. അന്ന് ക്രിസ്ത്യൻ പെൺകുട്ടികളുണ്ട്. ഞങ്ങളുടെ നാട്ടില് കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ട് മലയിൽ. ആ ക്രിസ്ത്യൻസ് പെൺകുട്ടികൾ മാത്രമാണ് അന്ന് സ്കൂളിലേക്ക് ഇങ്ങനെ നടന്നൊക്കെ പോയിരുന്നത്. ബാക്കി ആരും സ്കൂളിലൊന്നും പോയില്ലായിരുന്നു. അപ്പോ വിവാഹം, എഡ്യൂക്കേഷൻ, പിന്നെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അന്ന് പെൺകുട്ടികൾ ധരിക്കുന്നത് പാവാടയൊന്നും ധരിക്കില്ല. ഒരു തുണിയാണ്, അങ്ങനെ ഒരു മുണ്ടുണ്ട്. അന്ന് വെള്ളക്കാച്ച്, കറുത്ത കാച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തുണിയും പിന്നെ ഒരു ചട്ട പോലുള്ളൊരു കുപ്പായൊക്കെയാണ് അന്ന് പെൺകുട്ടികൾ ധരിക്കുക. മുതിർന്ന സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെ ധരിക്കുക. പിന്നെ തലയിൽ ഒരു തട്ടം ഉണ്ടാവും. പിന്നെ അരയിൽ വലിയ വെയിറ്റ് ഉള്ള ഒരു അരഞ്ഞാണം ഉണ്ടാവും. ഈ വെള്ളി കൊണ്ടോ അല്ലെങ്കിൽ ഈ സ്റ്റീൽ കൊണ്ടോ ഒക്കെ മടഞ്ഞുണ്ടാക്കിയ. അതുപോലെ മുടി ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും പാടില്ല. മുടി മൊട്ടയടിക്കണം. മുസ്ലിം കുട്ടികളൊക്കെ മുടി മൊട്ടയടിക്കുക ചെയ്യേണ്ടത്. മുടി വളർത്തുന്നതൊക്കെ ഹിന്ദുക്കളുടെ രീതിയാണ്. ഹിന്ദുക്കളുടെ രീതി നമ്മൾ ഒരു കാര്യത്തിലും അനുകരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ചട്ടം. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. പിന്നെ ഈ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ഗൾഫൊക്കെ വന്നതിന് ശേഷമാണ് ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഈ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും വന്ന് വലിയ തോതിലുള്ള പ്രചാരണം നടത്തുകയും ഗൾഫിൽ നിന്ന് അവിടുത്തെ സംസ്കാരം കുറേശ്ശെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെടുകയും അതിന്റെ കൂടെ തന്നെ ചില കച്ചവടക്കാര് ഈ പർദ്ദയും മറ്റും കച്ചവടം ചെയ്യാൻ തുടങ്ങുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് മുസ്ലിം സ്ത്രീകളുടെ വേഷമൊക്കെ മാറി തുടങ്ങിയത്. മാത്രമല്ല ഈ മുതിർന്ന സ്ത്രീകള് കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സാരിയാണ് ഉടുക്കുക. അപ്പൊ ഈ സാരിയിൽ നിന്ന് ഈ ചുരിദാർ പോലുള്ള വേഷങ്ങൾ പെൺകുട്ടികളും സ്ത്രീകളൊക്കെ ധരിച്ചു തുടങ്ങിയപ്പോഴാണ് ഹിന്ദു സ്ത്രീകളും മുസ്ലിം സ്ത്രീകളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരു വസ്ത്രധാരണ രീതി വരുന്നു എന്ന് കണ്ടപ്പോഴാണ് മുസ്ലിം സ്ത്രീകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വേഷം വേണമെന്നും അവരുടെ ഐഡന്റിറ്റി വേറെയാണെന്നുള്ളതും മനസ്സിലാക്കിയ ഈ ആളുകൾ, ഈ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒക്കെ ആൾക്കാരാണ് പിന്നീട് പർദ്ദ കൊണ്ടുവരുന്നത്. അതൊക്കെ നമ്മളൊക്കെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ ഈ പർദ്ദയൊക്കെ വരുന്നത്. പിന്നീട് അത് വലിയ തോതിൽ അതിന്റെ പ്രചാരണമായിരുന്നു കുറെ കാലം ഈ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒക്കെ ആൾക്കാർ ഏറ്റെടുത്തത്. ആ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് വ്യാപകമായിട്ട് ഈ പർദ്ദയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നത്. ഈ പറയുന്ന മൂടുന്ന സാധനമൊന്നും ആരും ഉപയോഗിച്ചിരുന്നില്ല. അതൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് കണ്ടുപിടിക്കുന്നത്. മുഖം തന്നെ മൂടുന്ന സാധനമൊന്നും അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയത്.
പക്ഷേ ഈ ക്രിറ്റിക്സിന് പറഞ്ഞൂടെ, ഓക്കെ ഞങ്ങള് പെണ്ണുങ്ങളെ ചാക്കിലാക്കിയാൽ എന്താ? പർദ്ദ ഇടീപ്പിച്ചാൽ എന്താ? അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലേന്ന് ക്രിറ്റിക്സിന് പറഞ്ഞൂടെ? ഈ വഹാബികൾക്ക് പറഞ്ഞൂടെ? നിങ്ങള് സുന്നികൾ പെണ്ണുങ്ങളെ വീട്ടിന്ന് പുറത്തിറക്കിയിട്ടില്ലായിരുന്നു. നമ്മള് പുറത്തിറക്കുന്നില്ലേ? അങ്ങനെ പറഞ്ഞൂടെ മാഷ്? അങ്ങനെ ഒരു ധാരണ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഉം. തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനൊക്കെ ഇവിടെ വലിയ സ്വീകാര്യത കിട്ടിയത്. കാരണം ഉം. പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് നല്ല പ്രോത്സാഹനം കിട്ടി എന്നതുകൊണ്ടാണ് അതൊരു പുരോഗമന പ്രസ്ഥാനമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചത്. ഉം. നമ്മളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഉം. പക്ഷെ പിന്നെയാണ് അത് മനസ്സിലായത് അത് വേറെ ഒരു തന്ത്രമായിരുന്നു എന്നുള്ളതും അതിലൂടെ ആളുകളെ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ പിന്നീട് ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധത ഉം. ആശയപരമായി ഇവിടെ പ്രചരിപ്പിച്ചത് ഈ വിഭാഗമാണ്. മറ്റ് ഉം. സുന്നി വിഭാഗത്തിന് ഇത്തരം മതപരമായ കാര്യങ്ങൾ അങ്ങനെ ഡീപ്പായിട്ടുള്ള ഏഹ്, ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള പഠനവും പഠിപ്പിക്കലും ഒന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ഈ നിസ്കരിക്കണം, ദ്വാരക്കണം, നോമ്പ് വെക്കണം അങ്ങനെയുള്ള കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മദ്രസയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ മതവിദ്യാഭ്യാസം അവിടെ അവസാനിക്കും. ഖുർആൻ ഉം. ഓതാനും പഠിപ്പിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഉം. ഇവരങ്ങനല്ല. ഇവര് ഡീപ്പായിട്ട് ഇത് പഠിപ്പിക്കുക. ആ പഠിപ്പിക്കലിന്റെ കൂടെ ഈ പാട്രിയാർക്കിയുടെ ആശയങ്ങള്, ഉം. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളൊക്കെ സ്ത്രീകൾക്ക് തന്നെ കുത്തിവെക്കാൻ വേണ്ടി സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടത്തി. അങ്ങനെയാണ് ഈ സമൂഹത്തില് ഇന്നത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിത്തീർന്നത്. അതിൽ ഉം. ഇവര് വഹിച്ച പങ്ക് വളരെ ഭീകരമായ പങ്കാണ്. ഉം. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചത് ഇവര് പുരോഗമനമാണ് എന്നാണ്. അതിന് കാരണം അവര് ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റും ആദ്യകാലത്ത് പ്രോത്സാഹനം നൽകിയിരുന്നു. ഉം. അതിലൂടെ കുറെ മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. പക്ഷേ ചില ഏരിയകളിലൊക്കെ ഈ മുജാഹിദ് ഏരിയ, ഇപ്പൊ അരീക്കോട് പോലുള്ള മുജാഹിദ് ഏരിയകളിലൊക്കെ ഉം. ഒരുപാട് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുകയും അറബി അധ്യാപകരൊക്കെ ആയി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഉം. തലമുറയിൽ. അതിൽ എന്റെ അമ്മാവൻ ഉൾപ്പെടെയുള്ള ഒരുപാട് മുജാഹിദിന്റെ ആളുകൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉം. അമ്മാവനൊക്കെ അതിലൊക്കെ ആയിരുന്നു പ്രധാന താല്പര്യം. പക്ഷെ ഈ തനി മൗലികവാദം പ്രചരിപ്പിക്കുന്നതിലൊന്നും ആ കാലത്ത് മുജാഹിദികളുടെ പണ്ഡിതന്മാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉം. പിന്നീടാണ് മുജാഹിദിലും ഈ ഫണ്ടമെന്റലിസം വല്ലാതെ കയറിക്കൂടിയത്. ഉം. ഈ ഫണ്ടമെന്റലിസം ഏറി പോവാൻ പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ? അതോ ഈ ഐഡിയോളജിക്കലി ഇവര് ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു? ആദ്യം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സാധനം വന്നിട്ട് സൊസൈറ്റിയിൽ പെനിട്രേറ്റ് ചെയ്ത് പിന്നെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള സംഭവം പറയാന്നുള്ളൊരു ആ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നോ? അതോ അവർക്കത് സ്വാഭാവികമായി വന്നതാണെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? അത് രണ്ടും ഉണ്ട്. അതായത് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ആദ്യമേ അറിവുള്ള ആളുകൾ അത് ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് അത്ര ഉം. അറിവില്ലാത്ത ആളുകൾ ഇത് സ്വാഭാവികമാണ് എന്ന ധാരണയിൽ അതിന്റെ കൂടെ കൂടുകയും ചെയ്തു. ഈ രണ്ട് വിഭാഗവും അതിനകത്തുണ്ട്. അതിലെ ഡെലിബറേറ്റ് ആയിട്ട് വന്നു എന്ന് പറയുന്ന ഏറ്റവും ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള വിഭാഗങ്ങൾ ആണ് ഉം. പിന്നീട് ഇതിനെ പുറകോട്ട് വലിക്കാൻ തുടങ്ങിയത്. ഉം. ആദ്യകാലത്ത് ഈ വിദ്യാഭ്യാസത്തിനൊക്കെ പുരോഗതി പ്രോത്സാഹനം നൽകുന്നത് കണ്ടപ്പോ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ ഒപ്പം കൂടിയ ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നില്ല. അവരതിന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ അവർക്ക് അറിയില്ലായിരുന്നു. ഉം. അപ്പൊ എന്റെ വൈഫിന്റെ ഫാദറൊക്കെ മുജാഹിദിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഉം. അവർക്കൊക്കെ താല്പര്യം ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഉം. ഇത്തരത്തിലുള്ള മൗലികവാദം ഒന്നും അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉം. അതിൽ മതം നന്നായി പഠിച്ച ആളുകളാണ് മൗലികവാദത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇന്ന് ആ പ്രസ്ഥാനം ഒരു 8 10 കഷ്ണങ്ങളായിട്ട് പിരിഞ്ഞ് തമ്മിലടിക്കുന്ന അവസ്ഥ ഉം. കേരളത്തിൽ വന്നെത്തിയത്. അതെ. ഈ സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പം, ഈ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞപ്പം എനിക്ക് പൊതുവേ ഈ ഇസ്ലാം അപ്പോളജിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഈ 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും അതിന്റെ ഒരുപാട് സിവിലൈസേഷൻസ് മുമ്പും സ്ത്രീകൾക്ക് യാതൊരുവിധ സ്ഥാനവും ഇല്ലായിരുന്നു. മുഹമ്മദ് നബി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് സ്ത്രീകൾക്ക് എഴുതി കൊടുത്തത് ഈ സ്ഥാനങ്ങളൊക്കെ. എന്ന് വെച്ചാ അത് ചെയ്യാം, ഇത് ചെയ്യാം. അങ്ങനെയാണ് ഈ മുസ്ലിം അപ്പോളജിസ്റ്റുകൾ പറയുക. അപ്പൊ ഫെമിനിസം കൊണ്ട് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഇസ്ലാം ആണെന്നാണ് ഇവര് പറയാറ്. സോ ശരിക്കും ഇസ്ലാമും ഫെമിനിസവും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുമോ? ആ പറഞ്ഞതെല്ലാം നേരെ വിരുദ്ധമാക്കിയിട്ട് പിടിച്ചാൽ തല കുത്തനെ പിടിച്ചാൽ സത്യമാണ്. അതെ. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന അവകാശങ്ങളും കവർന്നെടുക്കുകയാണ് മുഹമ്മദ് നബി ചെയ്തത്. ഉം. കാരണം മുഹമ്മദിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ഈ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന അവകാശങ്ങളെ കവർന്നെടുക്കുന്നതിന്റെ ഒരുപാട് പ്രകടമായ ചിത്രങ്ങൾ ഖുർആനിലും ഹദീസിലും ഒക്കെ കാണാൻ പറ്റും. ഉം. സ്ത്രീകൾക്ക് ജാഹിലിയ്യ കാലത്തുള്ള അത്ര സ്വാതന്ത്ര്യവും അതുപോലെ ഏഹ്, അതുപോലെ മറ്റുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒന്നും ഇസ്ലാമില് അനുവദിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്ന ഉം. എത്രയോ പ്രസ്താവനകൾ ഖുർആനിലും ഹദീസിലും ഒക്കെ ഉണ്ട്. ഉം. മാത്രല്ല ഈ സ്ത്രീകൾക്ക് അന്ന് ഒരു അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നതിന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ ജീവനുള്ള തെളിവുണ്ട്.
ഉം. ഉദാഹരണത്തിന് മുഹമ്മദിന്റെ ആദ്യ ഭാര്യ ഖദീജ. ഈ ഖദീജ ആ നാട്ടിലെ ഏറ്റവും വലിയ വണിക്കായിരുന്നു, കച്ചവടക്കാരിയായിരുന്നു. ഉം. ഒരു സ്ത്രീക്ക് ആ കാലത്ത് കച്ചവട കച്ചവടത്തിലൂടെ സമ്പത്തുണ്ടാക്കാനും സമൂഹത്തിൽ ഉന്നത സ്ഥാനം നേടാനും ഒരു ഉം. പുരുഷനെ അങ്ങോട്ട് കല്യാണം ആലോചിച്ചിട്ട് കല്യാണം നടത്താനും ഒക്കെയുള്ള സൗകര്യം ഇവര് ജാഹിലിയ്യ എന്ന് വിളിക്കുന്ന ആ കാലത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്നതിന് ഈ ഖദീജ മാത്രം മതി തെളിവായിട്ട്. ഉം. അപ്പൊ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഇവരുടെ ചരിത്രം തന്നെ റദ്ദാക്കുന്നുണ്ട്. അതുപോലെ പെൺകുട്ടികള് ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ്. പെൺകുട്ടികൾ ജനിച്ചാ കുഴിച്ചു മൂടുന്ന ഒരു കാലത്തായിരുന്നു ഇസ്ലാം വന്നത് എന്നൊക്കെയാണ് പറയാ. ഉം. പക്ഷെ ഈ ബഹുഭാര്യത്വത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവരെന്താ പറയാ, ഓരോ പുരുഷനും 40ഉം 50ഉം ഭാര്യമാരുള്ള കാലത്താണെന്ന് നാലാക്കിയിട്ട് വെട്ടിച്ചുരുക്കിയത് എന്ന് പറയും. അപ്പൊ പെൺകുട്ടികളൊക്കെ ജനിക്കുമ്പോ കുഴിച്ചു മൂടുകയും ഓരോ പുരുഷനും 10ഉം 40ഉം ഭാര്യമാരുണ്ടാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഉം. ഈ കോൺട്രഡിക്ഷൻ ഇവരുടെ ഈ വാദത്തിലൊക്കെ കാണാം. ഉം. അതുപോലെ സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഹദീസുകളുണ്ട്. ഉം. ജാഹിലിയ കാലത്ത് ഈ പറയുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നും പിന്നീട് പെണ്ണുങ്ങൾക്ക് പകുതി അവകാശം എന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് ഉം. അതൊരു വ്യവസ്ഥാപിത നിയമമാക്കി മാറ്റിയത് ഇസ്ലാമാണ് എന്നുമാണ് ഹദീസുകളിൽ നിന്ന് പോലും വ്യക്തമാണ്. അപ്പൊ ഉം. അവകാശങ്ങൾ ഇല്ലാതിരിക്കല്ല ചെയ്തത്, ഇതിനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അന്നത്തെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് പോലെയുള്ള ബന്ധങ്ങളായിരുന്നില്ല. ഉം. അത് വളരെ കുത്തഴിഞ്ഞ ഒരു തരം നാടോടി ജീവിതത്തിലെ കുത്തഴിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കുടുംബം എന്ന് പറയുന്ന സങ്കല്പമൊന്നും ഇസ്ലാമിൽ ഇല്ല. ഉം. ഇസ്ലാമിലും ഇല്ല, ഇസ്ലാമിന് മുമ്പുള്ള കാലത്തും ഇല്ല. ഉം. ഈ പുരുഷന്മാർ ഇങ്ങനെ കച്ചവടത്തിനും മറ്റുമായിട്ട് യുദ്ധത്തിനും കൊള്ളയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക, മാസങ്ങളോളം യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്തു പോകുന്നിടത്തൊക്കെ അവർക്ക് വിശ്രമ താവളങ്ങളിലൊക്കെ സ്ത്രീകളെ ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ വാടകയ്ക്ക് എടുക്കുക. ഉം. എന്നിട്ട് അതിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ഈ സ്ത്രീകൾ ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുമ്പോൾ ഈ പുരുഷന്മാർക്ക് വേണമെങ്കിൽ ആ കുട്ടികളെ ഏറ്റെടുത്തിട്ട് കൊണ്ടുപോയി വളർത്താം. അങ്ങനെ ഉം. വളർത്താൻ വേണ്ടി വാടകയ്ക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ, ഉം. വാടകയ്ക്ക് പ്രസവിച്ചു കൊടുക്കുന്ന സ്ത്രീകൾ, വാടകയ്ക്ക് സെക്സിന് കൊടുക്കുന്ന സ്ത്രീകൾ, ഉം. ഇതൊക്കെയായിരുന്നു അന്നത്തെ. അല്ലാതെ ഉം. സെറ്റിൽ ചെയ്തിട്ട് ഒരു കുടുംബമായിട്ട് ഒരു ഭാര്യയും ഒരു ഭർത്താവും മക്കളും എന്നുള്ള ആ ഒരു കുടുംബ സങ്കല്പമൊന്നും ഉം. ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയില്ല. മുഹമ്മദ് നബി ജനിക്കുന്നത് പോലും വളരെ കുത്തഴിഞ്ഞ ഒരു ബന്ധത്തിലൂടെയാണ് എന്നാണ് മുഹമ്മദ് നബിയുടെ ചരിത്രം തന്നെ പറയുന്നത്. ഉം. ബാപ്പയും മകനും കൂടെ ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ച് അവിടെ താമസിച്ചു എന്നും പിന്നെ തിരിച്ചു പോകുമ്പോൾ വേറെ സ്ത്രീകളുടെ വീട്ടിൽ കയറി കുട്ടി വിളിച്ചു എന്നൊക്കെ പറയുന്ന കഥകളുണ്ട്. ഉം. വേറെ ആ ഒരു ദിവസത്തെ ഒരു രാത്രിയുടെ ബന്ധം അല്ലാതെ ഇവര് ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിച്ചു എന്നുള്ളതിന് തെളിവില്ല. ഉം. മാത്രമല്ല ഈ മുഹമ്മദ് നബിയെ പ്രസവിച്ച സ്ത്രീ പ്രസവിച്ച ഉടനെ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഉം. എന്നിട്ട് ആ കുഞ്ഞിനെ 8 10 സ്ത്രീകൾ മാറി മാറി വാടകയ്ക്ക് മുല കൊടുത്ത് വളർത്തി എന്നൊക്കെ പറയുന്നത്. ഉം. പ്രസവിച്ച സ്ത്രീകൾ കുട്ടികളെ ഉപേക്ഷിക്കുകയും മറ്റു സ്ത്രീകൾ കുട്ടികൾക്ക് വാടകയ്ക്ക് മുല കൊടുത്ത് വളർത്തുകയും ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഉം. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു കുത്തഴിഞ്ഞ ഉം. ഒരുതരം ഏഹ് നാടോടി ജീവിതമായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. അത്തരം ഉം. ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് ഈ മതവും കൊണ്ടുവരുന്നത്. ഈ ഉം. മതത്തിലെ നിയമങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ അതിനകത്ത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ നമുക്കിന്ന് കേട്ടാൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ഉം. വളരെ വിചിത്രമായിട്ടുള്ള വൾഗറായിട്ടുള്ള ബന്ധങ്ങളാണ് അതിനകത്തൊക്കെ എഴുതി ഉം. വെച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ ഒരു ഭർത്താവ് എന്ന് പറയുന്ന പുരുഷനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ആ സ്ത്രീക്ക് അന്ന് ഭക്ഷണം പോലും കൊടുക്കാനുള്ള അവകാശം ബാധ്യതയില്ല ഉം. എന്നൊക്കെയാണ് കർമ്മശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഉം. അപ്പോ ഇത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സെക്സിനുള്ള ഒരു ഉപകരണം ഉം. അല്ലെങ്കിൽ പ്രസവിക്കാനും കുട്ടികളെ വളർത്താനും ഉള്ള ഒരു ഉപകരണം എന്നതിൽ കവിഞ്ഞ് ഒരു മനുഷ്യനായിട്ട് തന്നെ കണക്കാക്കുന്നു. ഉം. ഈ സ്വത്തവകാശം മാത്രമല്ല സ്ത്രീക്ക് പകുതി എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ സാക്ഷ്യം, ഒരു പൊതു വ്യവഹാരത്തിൽ ഒരു സ്ത്രീ സാക്ഷി പറയാൻ പോലും അർഹയല്ല. ഉം. സ്ത്രീകൾ മാത്രം സാക്ഷി പറയേണ്ട ഒരു കേസാണെങ്കിൽ അവിടെ ഒരു പുരുഷന് പകരം 2 സ്ത്രീകൾ എന്ന നിലക്ക് സാക്ഷി ഉം. പറയാം എന്നൊക്കെയാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ട്. അപ്പൊ ഒരു സ്ത്രീയുടെ വ്യക്തിത്വം തന്നെ പുരുഷന്റെ പകുതിയായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. ഉം. അപ്പൊ ഈ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ബ്ലഡ് മണി കൊടുക്കുക എന്നൊരു ഏർപ്പാടുണ്ട്. ഉം. ചോരപ്പണം കൊടുക്കുക. ഉം. അപ്പൊ ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഒരു പുരുഷൻ കൊല്ലപ്പെട്ടാൽ കൊടുക്കുന്ന ബ്ലഡ് മണിയുടെ പകുതി കൊടുത്താൽ മതി എന്നാണ് ഇസ്ലാം ഉം. നിയമം. സൗദി അറേബ്യയിലൊക്കെ അങ്ങനെയാണ് നിയമം. ഒരാൾ ഉം. കൊന്നു കഴിഞ്ഞാൽ
അതിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുന്ന തുക പുരുഷന് ഇപ്പോ 1,00,000 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ സ്ത്രീക്ക് 50,000 കിട്ടണം. ഉം. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ലോകാവസാനം വരേക്ക് ദൈവം ഇറക്കിയ ഒരു മതമാണ് എന്നൊക്കെ പറയാ ഈ കാലത്ത്. ഉം. ഇതൊക്കെ പറയാൻ ഇന്ന് വിശ്വാസികൾക്ക് തന്നെ അറപ്പ് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇല്ലാത്ത നുണകൾ പറഞ്ഞുകൊണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടും ഇതൊക്കെ വിമർശിക്കുമ്പോൾ നമ്മളെ വിഷയം മാറ്റി ചീത്ത ഉം. പറഞ്ഞുകൊണ്ടും വ്യക്തിയധിക്ഷേപം നടത്തിക്കൊണ്ടൊക്കെ അതിനെ പ്രതിരോധിക്കുന്നത്. കാരണം ഈ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ മതത്തിലുള്ളത്. ഉം. അതുപോലെ അവര് പ്രതികരിക്കാൻ വേണ്ടി ഇപ്പം സ്വന്തമായിട്ട് ചിന്തിക്കുന്നും കൂടില്ല. ഇവർക്കൊരു ഈസി ടൂൾ എന്ന് വെച്ചാ ക്വസ്റ്റ്യൻസ് ചാറ്റ്ജിപിറ്റിയിൽ ഇടാം. അപ്പൊ ചാറ്റ്ജിപിറ്റി നന്നായിട്ട് കിടന്ന് ഉരുളും. ആ ഉരുണ്ടൊരു ആൻസർ പ്രോംപ്റ്റ് ഡു യു വാണ്ട് മോർ റെസ്പോൺസസ് ലൈക്ക് ദിസ് എന്ന് പോലും മാറ്റാതെ കമന്റ്സിൽ അങ്ങോട്ട് കൊടുത്ത് പേസ്റ്റ് ചെയ്യും. അത്രക്കും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ ആയിട്ടുണ്ട് ഇപ്പം. അതെ, ഇസ്ലാമിന്റെ കിതാബുകളല്ല അവര് ഉം. റെഫറൻസിന് ഉപയോഗിക്കുന്നത്. ഉം. ഇവര് കൊടുത്ത ഈ ഡാറ്റ വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് മറുപടി ഉം. കൊടുക്കുന്ന ഇതുപോലെയുള്ള സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം അതെ. മറ്റേത് എടുക്കാൻ പറ്റില്ല. പ്രമാണങ്ങൾ എടുത്താൽ പെട്ടുപോകും. ഉം. ഈ പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മാഷിക്ക് ഏതെങ്കിലും ഇങ്ങനെ ഹദീസും അല്ലെങ്കിൽ ആയത്തുകളൊക്കെ വായിക്കുമ്പോൾ നമ്മളിപ്പോ എല്ലാവർക്കും അറിയുന്ന കുറെ ഹദീസും ആയത്തൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ അണ്ടർ റേറ്റഡ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ വിട്ടുപോകുന്നത് എന്നാലും അധികം വായിച്ചു വിടാതെ എന്നാലും മാഷിന് ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഹദീസോ അല്ലെങ്കിൽ ആയത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഷോക്കിംഗ് ആയിട്ടുള്ള ഹദീസുകളും ആയത്തുകളും മാത്രമല്ല, നമുക്ക് വളരെ രസകരമായി തോന്നിയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കോമഡി ആണെങ്കിൽ അതില് സന്തോഷം അതുകൊണ്ട് എടുക്കും. ഇപ്പൊ ആ. ഉദാഹരണം പറഞ്ഞാല് ആയിഷ മുഹമ്മദിന്റെ പിന്നെ ഒരു ബാലികാ വധുവായിരുന്ന ആയിഷയാണല്ലോ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉം. പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഉം. പടച്ചോൻ ആയിഷേനെ 6-ാം വയസ്സിൽ കെട്ടിച്ചത് തന്നെ നമുക്ക് ഒരുപാട് ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാ പറയുന്നത്. ഉം. കാരണം വേറെ ഒരു മാർഗ്ഗമൊന്നും ഈ പടച്ചോൻ അറിയില്ലായിരുന്നു. ഉം. മനുഷ്യന്മാർക്ക് ഇങ്ങനെ വിവരം എത്തിച്ചു കൊടുക്കാൻ ഒരു 6 വയസ്സായ കുട്ടീനെ കെട്ടിച്ചിട്ട് വേണം എന്നുള്ളതാണ് ഇവര് ഉം. പറയുന്നത്. ഈ ആയിഷ ശരിക്ക് മുഹമ്മദ് നബിയെ അല്ല എനിക്കൊരു ഡൗട്ട് നന്നായിട്ട് ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ഉം, അല്ല അപ്പോ ഉം, നല്ല എന്താ പറയാ മുഹമ്മദ് നബി എന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മാൻ ആണെന്നാണല്ലോ വെപ്പ്. അപ്പൊ അദ്ദേഹം ഉം, ഒരു 5000 ഹദീസ് പറയും. അതൊക്കെ എഴുതിയെടുക്കാനും അതൊക്കെ മെമ്മറൈസ് ചെയ്യാനും ഒരു 6 വയസ്സുള്ള കുട്ടീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഉം, കാരണം ഒരുപാട് ലൈഫ് സ്പാൻ വേണം. ഉം, അപ്പൊ ശരിക്കും ഉം. പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ പകുതി ബുദ്ധിയുള്ളൂ. അപ്പം അതെ. നല്ല ബുദ്ധിയുള്ള മുഹമ്മദിന് അത്ര തന്നെ ബുദ്ധിയുള്ള ഒരു ആണിനെ വേണ്ട ശരിക്കും മുഹമ്മദ് കല്യാണം കഴിക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല ഇനി ഒത്തിരി കല്യാണം കഴിച്ചോളണമെന്നില്ലല്ലോ. മുഹമ്മദിന്റെ കൂടെ പരിചാരകരായിട്ടോ അല്ലെങ്കിൽ മുഹമ്മദിന്റെ സന്തത സഹചാരികളായിട്ടോ ഒരുപാട് പുരുഷന്മാരുണ്ടായിരുന്നു. ഉം. ആ പുരുഷന്മാരിൽ കൂടെ തന്നെയാണ് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ല ഉം. അതിന് പക്ഷേ മുഹമ്മദിന്റെ ആ വീടിനകത്തുള്ള കിടപ്പറയിലും മറ്റുമുള്ള രഹസ്യ കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് സമൂഹത്തെ കൂടുതൽ അറിയിക്കേണ്ടത്. അതുകൊണ്ട് അതിന് പറ്റിയ ഉം. ആൾ എന്നുള്ള നിലക്കാണ് ഈ ഭാര്യമാരെ ഇതിന് ഉപയോഗിച്ചതെന്നും ഭാര്യമാരുടെ കൂട്ടത്തിൽ കുറെ കാലം ജീവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ആയിഷനെ അതിനെ തെരഞ്ഞെടുത്തതെന്നൊക്കെയാണ് ഇവരുടെ ന്യായം. പക്ഷെ ഈ ഉം. ന്യായങ്ങളൊന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുള്ളതല്ല. ഇതൊക്കെ ഇന്ന് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഉം. ന്യായങ്ങളാണ്. ഉം. ഞാൻ പറഞ്ഞു വന്നത് ഈ ആയിഷയുടെ ഒരു രസകരമായ 1-2 ഹദീസുകൾ. ഉം. അത് ആയിഷ മുഹമ്മദിനെ നന്നായിട്ട് ട്രോൾ ചെയ്തിരുന്നു. ഉം. അതിനെ ഏറ്റവും നന്നായി ട്രോളിയ ആളുകളിൽ ഒരാളാണ് ആയിഷ, വേറൊരാളാണ് അലി. അങ്ങനത്തെ ട്രോൾ ഹദീസുകൾ വായിച്ച് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഉം. അതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോ ഖുറാനിലെ അൽ അഹ്സാബ് എന്ന് പറയുന്ന അധ്യായം വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഉം. യെസ്. ഉം. അതിനകത്ത് മുഹമ്മദ് നബിക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ ഇറങ്ങുന്നുണ്ട്. ഉം. നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. 33, 50, ഉം. 51 പറയുന്ന ആയത്ത്. ഉം. ഈ ആയത്തില് ശരീരം ദാനം ചെയ്യാൻ വരുന്ന സ്ത്രീകളെയും നിനക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഉം. അതുപോലെ നിന്റെ കസിൻ സഹോദരിമാരെ മുഴുവൻ നിനക്ക് ഹലാലാണ്. നിന്റെ അടിമ സ്ത്രീകൾ ഹലാലാണ്. നിന്റെ ഭാര്യമാര് ഹലാലാണ്. അങ്ങനെ ഏകദേശം നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഹലാലാണെന്നുള്ള രീതിയിലാണ് ആ ആയത്തിറങ്ങിയത്. ഉം. ഈ ആയത്തിറങ്ങിയ സമയത്ത് ആയിഷ പറയുന്ന ഒരു കമന്റ് ഉം. ബുഖാരിയുടെ ഹദീസിലുണ്ട്. ആയിഷ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ റബ്ബിന് നിങ്ങളെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വലിയ ബദ്ധപ്പാട് തന്നെയാണല്ലോ എന്നാണ് ആയിഷ പറഞ്ഞത്. ഉം. നിങ്ങളുടെ റബ്ബ് എന്നാണ് അവിടെ പ്രയോഗിക്കുന്നത്. ഉം. അതിൽ നിന്ന് തന്നെ ആയിഷയ്ക്ക് ഈ റബ്ബിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും, ആയിഷ ഇതുപോലെ പല ഉം. സന്ദർഭങ്ങളിലും നിങ്ങളെ റബ്ബ്, നിങ്ങള് നബിയൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആയിഷ ഇങ്ങനെ നബിയെ ട്രോളുന്നതായിട്ട് ഒരുപാട് ഹദീസുകളുണ്ട്. ഉം. അതിൽ ഷിയാക്കള് പുറത്തു വിട്ടിട്ടുള്ള വേറെ കുറെ ഹദീസുകളുണ്ട്. ഉം. അതിൽ ഇടക്കിടക്ക് ആയിഷ മുഹമ്മദ് നബിയുടെ മുഖത്ത് നോക്കിയിട്ട്, ആയിഷയ്ക്ക് എന്തെങ്കിലും പിണക്കം വന്നാൽ അപ്പൊ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്, ഇങ്ങള് നബിയൊന്നല്ല, ഇങ്ങള് കള്ളനാണ്.
ഇതൊക്കെ ഉണ്ട്. അതുപോലെ അലിയും നന്നായിട്ട് ട്രോൾ ചെയ്തു. ഉം. അലി ട്രോൾ ചെയ്ത ഒരു ഹദീസ് ബുഖാരിയിലുണ്ട്. ഉം. ഒരു ദിവസം രാവിലെ അലി ഇങ്ങനെ നല്ല തണുപ്പിൽ കിടന്നുറങ്ങുന്ന സമയത്ത് സുബൈ ഉം. നിസ്കരിക്കാൻ നേരത്ത് നബി ചെന്നിട്ട് അവിടെ മുട്ടി വിളിച്ചു, അലിയെ അലിയെ എണീക്ക്, ഉം. നിസ്കരിക്കാനായില്ലേ എന്ന് ഉം. ചോദിച്ചു. നീ എന്താ നിസ്കരിക്കാത്തത്, അല്ല നീ എന്താ എണീക്കാത്തത് എന്തോന്ന് ചോദിച്ചു. ഉം. അപ്പോ അലി പറഞ്ഞു, ഉറങ്ങുമ്പോ ആത്മാവ് അള്ളാഹു പിടിച്ചെക്കാന്നല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ആത്മാവ് അള്ളാഹു പിടിച്ചെക്കാ, പിന്നെ ഞാൻ എങ്ങനെ എണീക്കാം എന്നിട്ട് ചോദിച്ചു. അപ്പൊ നബി, മനുഷ്യന്മാര് താർക്കികന്മാര് തന്നെയാണ്, എല്ലാവരും തർക്കിക്കുന്നവർ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാലിന്റെ തൊടയമ്മ 2 കൊട്ടും കൊട്ടിയിട്ട് അവിടെ നിന്നാണ് പോയി എന്നാണ് ഹദീസിലുള്ളത്. ഉം. അപ്പൊ ഉത്തരം അങ്ങനെ കണ്ടിട്ട്. അവസരത്തിനനുസരിച്ച് ഉം. ഒരുപാട് ആളുകൾ ഇതുപോലെ ട്രോൾ ചെയ്തതായിട്ട് കാണാം. നബിയെ നേരിട്ട് മുഖത്ത് നോക്കിയിട്ട് ട്രോൾ ചെയ്യും, ആയിഷയും അലിയും ഒക്കെ ട്രോൾ ചെയ്തതായിട്ട് കാണാം. ഇതൊക്കെ ഉം. വായിച്ച് ഒരുപാട് തിരിച്ചിട്ടുണ്ട്. ഉം. അതുപോലെ പിന്നെ നമ്മുടെ മൗലവിമാരും നമ്മുടെ മതപണ്ഡിതന്മാരും ഇവിടെ മറച്ചു വെക്കുന്ന ഒരുപാട് ഹദീസുകളും ഉം. ഖുർആൻ വാക്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഉം. ഇക്കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുകയും ഉം. ഇക്കാലത്ത് പറയാൻ പറ്റുന്നതെന്ന് അവർക്ക് തോന്നിയ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒക്കെ പെയിന്റ് അടിച്ച് നന്നാക്കി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു രീതിശാസ്ത്രം. ഉം. അതനുസരിച്ച് പല ഹദീസുകളും പല ആയത്തുകളൊക്കെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ പുറത്തു വിട്ടതിനെ തുടർന്ന് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്ത് തിരിക്കുന്നുണ്ട്. അപ്പൊ ഉം. പല ചർച്ചകളിലും അത്തരം ഹദീസുകളിലൊക്കെ വരാറുണ്ട്. ഉം. അപ്പൊ അയ്യൂബുമായിട്ട് ഞാൻ ഒരു സംവാദം നടത്തിയല്ലോ ഇപ്പൊ അടുത്ത് ഉം. കഴിഞ്ഞ ഉം. മുമ്പ്. ആ സംവാദത്തില് അയ്യൂബ് എനിക്ക് നേരെ ഉന്നയിച്ച ഒരു ആക്ഷേപം, ഞാന് ഇവിടുത്തെ പണ്ഡിതന്മാരൊന്നും പറയാത്ത, ഇവിടുത്തെ തഫ്സീറുകാരും മുഫസ്സിറുകളൊന്നും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ഖുർആനെതിരെയൊക്കെ പറയുന്നത് എന്നായിരുന്നു. ഉം. അപ്പൊ അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞത്, അത് എന്റെ കുഴപ്പമല്ല, ഖുർആനിലും തഫ്സീറിലും ഹദീസിലും ഉള്ള കാര്യങ്ങൾ ഇവിടെ മറച്ചു വെച്ചിട്ട് പറയാതിരിക്കുന്നതും പകുതി മറച്ചു വെച്ച് പകുതി പറയുന്നതും ഇവിടുത്തെ മതപ്രചാരകരുടെ പണിയാണ്. അതിന്റെ ഉം. ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് ഞാൻ ഈ ബിലാലിന്റെ കഥ പറഞ്ഞു. ഉം. ഇപ്പൊ ബിലാൽ എന്ന് പറയുന്ന അടിമയെ ഭയങ്കരമായിട്ട് കുറേശികൾ കൊണ്ട് പീഡിപ്പിച്ചു എന്ന് ഉം. പറയുന്ന ഒരു കഥ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഉം. അതായത് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച ബിലാൽ എന്ന് പറഞ്ഞിട്ട് ബിലാലിന്റെ കഥ ഇങ്ങനെ പറയാറുണ്ട്. ഉം. പക്ഷെ ഈ ബിലാലിനെ എന്തിനാണ് കുറേശികൾ കൊണ്ടുപോയി അടിച്ചത് അല്ലെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചത് എന്ന കാര്യം അതേ ഹദീസിൽ അതിന്റെ ആദ്യ ഭാഗത്തുണ്ട്. ഉം. അത് ഇവർ പറയില്ല. അത് പറഞ്ഞാൽ ബിലാലിന് അടി കിട്ടിയത് നന്നായി നമുക്ക് തന്നെ തോന്നിപ്പോകും. അത്രയും ഉം. മോശം കാര്യം ബിലാൽ ചെയ്തതുകൊണ്ടാണ് ബിലാലിനെ കൊണ്ടുപോയിട്ട് അടിച്ചത്. ഈ കഥ ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ബിലാൽ ചെയ്ത കാര്യം പാത്തുവിന് അറിയായിരിക്കും അല്ലെ? അതെ അതെ എനിക്കറിയാം. ആ നാണക്കേടാവും. അത് ഇനിയിപ്പോ നമ്മൾ ഇതിൽ കൂടെ അത് പറയണ്ടല്ലോ, വൃത്തികേട്. അപ്പോ ആ അതുപോലെയുള്ള കാര്യങ്ങൾ ഒരു ഹദീസിൽ നിന്ന് തന്നെ അതിന്റെ ആദ്യ ഭാഗം മറച്ചു വെച്ചിട്ട് രണ്ടാമത്തെ ഭാഗം മാത്രം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഇടയിൽ ഒരു കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഖുർആനിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ മതം പ്രചരിപ്പിക്കുന്നത്. ഉം. ഇപ്പൊ ഒരാളെ കൊന്നാലും 10 ആളെ കൊന്നാലും, അല്ല ഒരാളെ കൊന്നാൽ മുഴുവൻ മനുഷ്യരാശിയും കൊന്നതിന് തുല്യമാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. ഉം. പക്ഷെ അത് അങ്ങനെയുള്ള ഒരു സംഭവമേ അല്ല. അത് ഉം. ഇസ്രായേല്യരോട് അന്ന് കൽപ്പിച്ച ഒരു കാര്യമാണ്. ഉം. ഇസ്രായേല്യരോട് കൽപ്പിച്ച ഒരു കാര്യം ഉദ്ധരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് നടുവിന്ന് മുറിച്ചു കൊണ്ടുവന്ന ഒരു സാധനം എടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഉം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇസ്രായേല്യരോട് അന്ന് വിഗ്രഹാരാധന നടത്തിയതിന്റെ പേരിൽ കൂട്ടക്കൊല നടത്താനും പറഞ്ഞിട്ടുണ്ട്. അതും ഖുർആനിലും ബൈബിളിലും ഉള്ള കാര്യമാണ്. അങ്ങനെ അത് ഉം. പറഞ്ഞിട്ട് വിഗ്രഹാരാധന നടത്തുന്നവരെയൊക്കെ കൂട്ടക്കൊല ചെയ്യണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഉം. ഇവര് നമ്മളെ തല അടിച്ചു പൊട്ടിക്കൂലേ? ഉം. അതേ കാര്യം തന്നെയാണ് ഇവർ ഈ പറയുന്നത്. ഇസ്രായേല്യരോട് അന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആദം നബിന്റെ 2 മക്കൾ തമ്മിൽ കൊലപാതകം നടന്നത് കഥ പറയുന്നതിന്റെ കൂട്ടത്തിലാണ് ഉം. ഇസ്രായേല്യരോട് ഇങ്ങനെ കൽപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ കാര്യം പറയുന്നത്. അത് ഇസ്ലാമിന്റെ നിയമമാണ് എന്ന മട്ടില് എടുത്തിട്ട് പകുതി ഒരായത്തിന്റെ നടുവിന്ന് ഒരു കഷ്ണം മുറിച്ചിട്ട് ഇവർ പ്രചരിപ്പിക്കും. ബാക്കി ഉം. കാര്യങ്ങൾ അപ്പുറം ഇപ്പുറം ഉള്ളതൊന്നും ഇവരെടുക്കില്ല. ഉം. എന്നിട്ട് ഇതേ ആക്ഷേപം നമുക്കെതിരെയാണ് പറയുക. നമ്മളാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സന്ദർഭത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടുവന്ന സാധനങ്ങളെ അതിന്റെ സന്ദർഭം കൂടെ പറഞ്ഞുകൊണ്ട് ഉം. തുറന്നു കാണിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അതെ. ഈ സെയിം സംഭവമല്ല, പക്ഷെ ഏകദേശം ഒരു ടെക്നിക്ക് ഞാൻ പണ്ട് മദ്രസയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ നിസ്കാരത്തിനെ കുറിച്ചാണെങ്കിലും എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിയത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ ഞാൻ പറയും, ഇതിനെ കുറിച്ച് പണ്ഡിതന്മാർ തമ്മിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഏത് വിഷയത്തിനെ കുറിച്ചാണെങ്കിലും അത് ശരിയായിരിക്കും. അപ്പൊ എനിക്ക് മാർക്ക് കിട്ടും. കാരണം ആ എല്ലാ വിഷയത്തിനെ കുറിച്ച് അത് 2 അഭിപ്രായം ഉണ്ടല്ലോ. ആ അത് ഞാൻ ഇപ്പൊ ഫിഖ്ഹ് സുന്ന എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാര് പബ്ലിഷ് ചെയ്ത ഒരു ഒരു കർമ്മശാസ്ത്ര പുസ്തകമുണ്ട്, ഫിഖ്ഹ് ഉം. സുന്ന. ഉം.
ഈ ഫിഖ് സുന്നയിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ചിട്ടുള്ള സെന്റൻസ് ഇതാണ്. ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അപ്പൊ ആ പുസ്തകത്തിന്റെ ഏകദേശം പകുതിയിലേറെയും ആ സെന്റൻസ് അച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് പേജുകൾ ചെലവാക്കിയിട്ടുള്ളത്. ഉം. കാരണം ശരീഅത്ത് നിയമം പറയുന്നിടത്തും ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും പറയുന്നിടത്തും പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒരു കാര്യമില്ല. അപ്പൊ എന്റെ ഖുർആൻ ക്ലാസ് കേൾക്കുന്നവർക്കും അത് മനസ്സിലാവും. കാരണം എന്റെ ഖുർആൻ ക്ലാസ്സിൽ ഓരോ ഖുർആൻ ആയത്തും എടുത്തിട്ട് അതിന്റെ ആശയത്തെക്കുറിച്ച്, അതിലൂടെ പുറത്തേക്ക് വരുന്ന നിയമത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനാണ് തഫ്സീറുകാർ ഏറ്റവും കൂടുതൽ പേജ് ചെലവാക്കിയിട്ടുള്ളത്. ഞാനത് വായിച്ചിങ്ങനെ പറയാറുണ്ട്. ഒരു കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഒരു വാക്യം പോലും മറ്റുള്ളവർക്ക് ആ വാക്യം വായിച്ചാൽ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവുന്ന രീതിയിലല്ല ഇതിലൊന്നും എഴുതി വെച്ചിട്ടുള്ളത്. ഉം. ഈ പണ്ഡിതന്മാർ തമ്മിൽ ഈ ഭിന്നാഭിപ്രായമുള്ള കാര്യം ചോദിക്കുമ്പോഴാണ്, ഈ പണ്ഡിതന്മാർ തമ്മിൽ ഈ ഭിന്നാഭിപ്രായമുള്ള കാര്യമാണല്ലോ പൊതുവെ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഷിയകളാണ് സുന്നികളെക്കാളും പീസ്ഫുൾ, അല്ലെങ്കിൽ സുന്നികളാണ് ഷിയകളെക്കാളും പീസ്ഫുൾ. ശരിക്കും ഇതിലെ യാഥാർത്ഥ്യം എന്താണ്? രണ്ടുപേരും പീസ്ഫുൾ അല്ല, എന്നാൽ തമ്മിൽ ഭേദം തൊമ്മന ആരാണ്? അതില് ഒന്ന് ഷിയാക്കളുടെ പീസ്ഫുൾനെസ്സിനെ കുറിച്ച് നമുക്ക് ഷിയാക്കളുമായിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് പറയാൻ കഴിയില്ല. പക്ഷെ ഷിയാക്കളും ഈ മതത്തിന്റെ യാഥാസ്ഥിതികത്വത്തിന്റെ കാര്യത്തില്, അതിന്റെ ഭീകരതയുടെ കാര്യത്തില് സുന്നിയിൽ നിന്ന് ഒട്ടും ഭിന്നരൊന്നുമല്ല. പിന്നെ അവര് പലയിടത്തും ന്യൂനപക്ഷമായതുകൊണ്ട് അവർക്ക് വല്ലാതെ കൊമ്പെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഷിയാക്കളുടെയും അഡ്രസ്സ് പോകാൻ പോവാണ്. ഇപ്പൊ ഷിയാക്കളുള്ള ഒരേ ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ ഇപ്പോ മതം തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പള്ളികൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ. ഈ ഷിയാക്കളും സുന്നികളും തമ്മിൽ കമ്പയർ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് ഷിയാക്കളുടെ സാഹിത്യവും ഒരുപാടൊന്നും വായിക്കാൻ കിട്ടിയിട്ടില്ല. ഷിയാക്കളെ നമ്മൾ നേരിട്ട് അധികം പരിചയമില്ല. പക്ഷെ ഇവർക്കിടയിൽ തന്നെയുള്ള വിവിധ ഗ്രൂപ്പുകളിൽ, ആ ഗ്രൂപ്പുകൾക്കിടയിൽ ഏതാണ് മെച്ചമെന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എല്ലാവരും ഇതേപോലെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. പീസ്ഫുൾ എന്ന് ഒരിക്കലും ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകൾക്ക്, സത്യസന്ധമായിട്ട് ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പീസ്ഫുൾ ആവാൻ പറ്റില്ല. കാരണം ഇസ്ലാം പീസ് ആക്കുന്ന ഒരു മതമാണ്. പീസ്ഫുൾനെസ് അതിനകത്ത് ഇല്ല. പിന്നെ പീസ്ഫുൾനെസ് ഉണ്ടാക്കണമെങ്കിൽ ഇസ്ലാം എന്താണോ അതൊക്കെ മറച്ചു വെച്ചിട്ട് ആധുനിക കാലത്തിന് പറ്റിയ രീതിയിൽ വെള്ളം ചേർത്തിട്ട് പെയിന്റ് അടിച്ചിട്ടും വ്യാഖ്യാനിച്ചിട്ടൊക്കെ ഒപ്പിക്കണം. അങ്ങനെ ഒപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. അവര് വിശ്വാസികളായി നടിക്കുന്ന മുനാഫിക്കുകളാണ് അധികവും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വിശ്വാസികൾ എന്ന് പറഞ്ഞ് പള്ളിയിൽ പോകുന്ന ആളുകളിൽ എന്റെ ഒരു റീഡിംഗ് അനുസരിച്ച് ഒരു 70% മതവിശ്വാസം ഇല്ലാത്തവരാണ്. പിന്നെ വിശ്വാസം ഉണ്ടാവും, പക്ഷെ എന്താണിത് സാധനം എന്ന് അറിയാത്തവരാണ് വലിയൊരു വിഭാഗം ആൾക്കാർ. ഇത് അറിഞ്ഞുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കി വിശ്വസിക്കുന്ന ആളുകൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് മതം വിട്ട് പുറത്തു പോവുക, അല്ലെങ്കിൽ ശരിയായ മതം വിശ്വസിച്ചിട്ട് അങ്ങ് സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ കയറുക. ഈ 2 ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും പഠിച്ചാൽ അതാണ് മനസ്സിലാവുന്നത്. അതിന്റെ ഇടയിലുള്ളതൊക്കെ ഒന്നുകിൽ സെമി മുനാഫിക്കുകൾ അല്ലെങ്കിൽ 100% മുനാഫിക്കുകൾ ആയിരിക്കും. മുനാഫിക് എന്ന് പറഞ്ഞപ്പം ജബ്ബാർ മാഷിയെ കുറെ ആൾക്കാരെ ഡിബേറ്റ് ചെയ്തല്ലോ. അവര് മുനാഫിക്കാണെന്നല്ല ഞാൻ പറയുന്നത്. MM അക്ബറിനെ ഡിബേറ്റ് ചെയ്തു. അതുപോലെ വേറെ ഒരുപാട് ആൾക്കാരെ ഡിബേറ്റ് ചെയ്തു. മാഷിക്ക് തോന്നുന്നു ഇവര് ശരിക്കും വെള്ളം ചേർക്കുന്നതാണോ, അതോ ഇവര് യഥാർത്ഥത്തിൽ ഇസ്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ, അതോ ഫോളോ ചെയ്യുന്നതായിട്ട് അഭിനയിക്കുകയാണോ? അത് സംസാരിച്ചെന്നുള്ള എക്സ്പീരിയൻസ് എന്താണ്? ഇവര് ഫോളോ ചെയ്യുന്നവരല്ലാന്ന് മാത്രമല്ല, ഇവരിതിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് കച്ചവടം ചെയ്ത് ഇതുകൊണ്ട് ഇവിടെ സുഖമായിട്ട് പണം ഉണ്ടാക്കി ഇവിടുത്തെ ഭൗതിക ജീവിതം നന്നായി ആസ്വദിക്കുന്നവരാണ്. ഇല്ല ഈ പറയുന്ന ഡിബേറ്റിലൊക്കെ നടക്കുന്ന ആളുകളിൽ നല്ലൊരു വിഭാഗമാണ്. നമ്മൾ പേര് പറയുന്നത് ഒരു മര്യാദ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ കൂട്ടത്തിൽ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഈ വായ തുറന്നിട്ട് ഈ കാലത്ത് നാട്ടിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് വിളിച്ചു പറയുന്നത്. ഇപ്പൊ നമ്മളെ ബാലുശ്ശേരി മുസ്ലിയാരെ പോലെയുള്ള ആളുകള് അവര് സത്യസന്ധമായി വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചു പറയുന്നത്. അവര് കിതാബിലുള്ള എന്തോ പഠിച്ചു അത് തുറന്നു പറയുന്നു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കച്ചവടക്കാരാണ്. അവരൊക്കെ വിശ്വാസികളാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവരുടെയൊക്കെ പെരുമാറ്റത്തിനും. കാരണം വിശ്വാസികളാണെങ്കിൽ അള്ളാഹിനെയൊക്കെ പറ്റിക്കാൻ കഴിയുമോ? ഇപ്പൊ ഖുർആനൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ ഡിബേറ്റിന് വരിക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിന് ധൈര്യം വരും. അത് ആരും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേ ആരും പിടിക്കില്ല എന്ന്. അല്ല, അപ്പോഴും പടച്ചോൻ കണ്ടുപിടിക്കൂലേ? പടച്ചോന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യില്ലല്ലോ. മനുഷ്യന്മാര് കണ്ടുപിടിക്കില്ല എന്നുള്ള ധൈര്യത്തിലായിരിക്കാം ചെയ്തത്. പക്ഷെ പടച്ചോനെ പറ്റിക്കാന്ന് പറയുമ്പോൾ വിശ്വാസിയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അത് പിന്നെ തൗബ ചെയ്താൽ മതിയല്ലോ.
പിന്നെ ഒരു 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 ഖുർആൻ ആയത്തിന് തന്നെ ഒരു 10 കൊല്ലത്തിന്റെ ഉള്ളിൽ 5 തവണ 5 അർത്ഥം മാറ്റിയിട്ടൊക്കെ പറയാന്ന് പറയുന്നത് ഉം. സത്യസന്ധതയുള്ള ഒരു വിശ്വാസി ചെയ്യുന്ന കാര്യമില്ല. അതൊക്കെ ഉം. ചെയ്യുന്നവരാണ് ഇവര്. എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പില് പിടിച്ചു നിൽക്കണം, ഇത് കച്ചവടം ചെയ്യണം, ഉം. മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നുള്ള ഇതായിട്ട് നടക്കുന്ന ആളുകളാണ്. ഉം. അതൊന്നും സത്യസന്ധമായ വിശ്വാസമല്ല. പക്ഷേ സത്യസന്ധമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഈ തീവ്ര വിശ്വാസികളായിട്ട് മാറുന്നത്. ഉം. പിന്നെ കുറെ ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല. ഇതിനെക്കുറിച്ച് ഉം. വളരെ ഉപരിപ്ലവമായിട്ട് മദ്രസയിൽ നിന്ന് പഠിച്ച കുറച്ച് അറിവ് മാത്രം വെച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ്. അവര് ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അതിനപ്പുറത്തേക്ക് അത് പഠിക്കാൻ പോകുന്നില്ല. മാഷിക്ക് ലൈക്ക് മാഷിനെ കുറിച്ച് മാഷ് ഇത്രയും കാലം ഇതില് വർക്ക് ചെയ്തു. മാഷിനെ കുറിച്ച് ആളുകൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ള ആയിട്ട് മാഷിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഒരു മേജർ ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്തെങ്കിലും ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എന്നെ ഉം. നേരിട്ട് പരിചയമുള്ള ആളുകൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉം. പക്ഷെ അല്ലാത്ത ആളുകൾക്കിടയിൽ ഇപ്പോ നമ്മളുടെ നേരിട്ടുള്ള പരിചയപ്പെട്ട വൃത്തത്തിലല്ലാതെ ഉം. നമ്മളുടെ ഈ മതവിമർശനങ്ങൾ മാത്രം കേട്ട് നമ്മളെക്കുറിച്ച് കേട്ട് പരിചയമുള്ള ആളുകളുണ്ടല്ലോ ഉം. സമൂഹത്തിലെ മറ്റുള്ള അങ്ങനെയുള്ള ഉം. ആളുകൾക്കിടയിൽ ഈ വിശ്വാസികൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ പൊതുവെ അവിശ്വാസികളായ എല്ലാവരെ കുറിച്ചും ഉം. പ്രചരിപ്പിച്ചതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മളെക്കുറിച്ച് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഉം. ഇപ്പൊ അവരുടെയൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മളെക്കുറിച്ചൊക്കെ ഒരുപാട് നുണകൾ അവര് ഉം. പല കാലത്തും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് ഉം. തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവാം. പക്ഷെ നേരിട്ട് അങ്ങനെ ആരെയും നമുക്കറിയില്ല. തെറ്റിദ്ധരിച്ചവരുണ്ടോ എന്നുള്ളത്. ഉം. കാരണം നമ്മള് പേഴ്സണൽ ലൈഫ് ആയാലും, നമ്മളുടെ ഏത് ലൈഫ് ആയാലും അവര് ഡൈസെക്ട് ചെയ്തിട്ട് അവിടൊക്കെ കുറച്ച് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഇൻസെർട്ട് ചെയ്ത് ആ. ഡിഫെയിം ചെയ്യാൻ നോക്കും അല്ലേ? മാത്രല്ല എന്തെങ്കിലും നമ്മുടെ ജീവിതത്തില് നമ്മുടെ പേഴ്സണൽ ലൈഫിലോ, നമ്മുടെ കുടുംബത്തിന്റെ ലൈഫിലോ, നമ്മുടെ മക്കളുടെ ലൈഫിലോ ഒക്കെ എന്തെങ്കിലും പുഴുക്കുത്തുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ മൊസാദൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്ത് ചാരവൃത്തി നടത്തുന്നില്ല. ഉം. അതുപോലെ ചാരവൃത്തി നടത്തിയിട്ട് ഉം. ഗവേഷണങ്ങൾ നടത്തിയതിന്റെ റിപ്പോർട്ടുകൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഉഹും. അങ്ങനെ ഗവേഷണത്തിന് വന്നിട്ട് നമ്മളെ ഇഷ്ടപ്പെടുകയും നമ്മളുടെ ആശയങ്ങളോട് താല്പര്യം തോന്നുകയും ചെയ്തുകൊണ്ട് ഉം. അനുഭവം പറഞ്ഞ ആളുകൾ വരെയുണ്ട്. ഉം. നമ്മളെക്കുറിച്ച് അന്വേഷിക്കാൻ വിട്ടിട്ട് അവരുടെ അന്വേഷണത്തിൽ നമ്മളെക്കുറിച്ച് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതുമൂലം നമ്മളെ ഇഷ്ടപ്പെടുകയും നമ്മുടെ ആശയത്തിലേക്ക് വരികയും ചെയ്ത ആളുകൾ വരെ. ഉം. എന്റെ മക്കളെ പോലും ഫോളോ ചെയ്തിട്ടുണ്ട് പലരും. എന്തെങ്കിലും ഉം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുഴുക്കുത്ത് കാണുന്നുണ്ടോ ഉം. എന്നറിയാൻ വേണ്ടിയിട്ട്. ഉം. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെറുക്കി കൊണ്ടുവന്നിട്ട് കണ്ടോ ഇവര് ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉം. അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഉം. ജീവിച്ചു പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉം. അപ്പം ഇനിയിപ്പം മാഷ്ക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്ന് അതീന്ന് മാഷ് എസ്കേപ്പ് ആയി. അപ്പൊ ഇതുപോലെ ഇനിയും സംശയിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. ഇത് ഇസ്ലാമിനെ കുറിച്ച് സംശയം ജനിക്കുന്ന ആൾക്കാര്. അവരോട് എന്താ മാഷിന് പറയാനുള്ളത്? എനിക്ക് സംശയിക്കുന്ന ആളുകളോടും, വിശ്വസിക്കുന്ന ആളുകളോടും എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ഈ വിശ്വസിക്കുന്ന സാധനം അല്ലെങ്കിൽ നിങ്ങൾ ഈ സംശയിക്കുന്ന സാധനം അതിന്റെ ഒറിജിനൽ സോഴ്സിൽ പോയിട്ട് പഠിക്കുക. ഉം. നമ്മൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇസ്ലാം ഇങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. ഉം. മതപണ്ഡിതന്മാർ ഇവിടെ മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ വയലു പറഞ്ഞും പ്രസംഗിച്ചും നടക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടും നിങ്ങൾ ഈ മതം എന്താണെന്ന് മനസ്സിലാക്കുക, പഠിക്കുകയോ ചെയ്യരുത്. മറിച്ച് ഇതിന്റെ ബേസിക് സോഴ്സ് ആയിട്ടുള്ള പ്രമാണങ്ങളും കിതാബുകളും നേരിട്ട് പോയി പഠിക്കുക. ഉം. പഠിക്കുമ്പോ നമ്മളുടെ ഇന്നത്തെ കാലത്തിന്റെ ഒരു അറിവും നമ്മളുടെ സ്വന്തം യുക്തിബോധവും അത് ഓൺ ചെയ്തു വെക്കുക. നമ്മുടെ കോമൺ ഉം. സെൻസ് ഓൺ ചെയ്തു വെക്കുക. നമ്മുടെ യുക്തിബോധം ഓൺ ചെയ്തു വെക്കുക. നമ്മൾ ഇതുവരെ നേടിയിട്ടുള്ള ആ അറിവുകളുടെ ബേസിൽ ഉം. നമ്മളുടെ ഒരു നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആർജിച്ച ഒരു ധാർമ്മികതയുണ്ട്. ഉം. ആ ധാർമ്മികതയോടു കൂടി അടിസ്ഥാനത്തിൽ ഈ മതപ്രമാണങ്ങളെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറായാൽ, പഠിക്കാൻ തയ്യാറായാൽ ഉം. നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയും. ഉം. ആ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ലിബറേഷൻ ഉണ്ടാക്കും. നിങ്ങളുടെ ജീവിതം വളരെ ധന്യമായ ഒരു ജീവിതമാക്കി നിങ്ങൾക്ക് സ്വയം മാറ്റാൻ, സ്വയം മാറാനും അത് ഉപകരിക്കുമെന്നാണ് ഉം. എനിക്ക് ഈ വിശ്വാസികളായ ആളുകളോടും സംശയിക്കുന്ന ആളുകളോടും പൊതുവിൽ എല്ലാവരോടും പറയാനുള്ളത്. ഉം. അതുപോലെ എക്സ് മുസ്ലിംസിനോട് എന്താ പറയാനുള്ളത്? എന്ന് വെച്ചാൽ അവര് കൂടുതൽ സേഫ്റ്റി ആണോ ശ്രദ്ധിക്കേണ്ടത്? അതോ വിസിബിലിറ്റി ആണോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? എന്ന് വെച്ചാൽ ഞാൻ അവയർനെസ് കൊടുക്കണോ ആളുകൾക്ക്? അല്ലാണ്ട് സേഫ്റ്റി ശ്രദ്ധിക്കണോ? അങ്ങനെയാണോ എക്സ് മുസ്ലിംസ് എങ്ങനെയാണ് ശരിക്കും ആവേണ്ടത് മാഷിന്റെ അഭിപ്രായത്തില്? അവർക്ക് എന്താണ് കൂടുതൽ ആവശ്യം? ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉം. തന്നെയാണ് എനിക്കും ആ കാര്യത്തിൽ പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസികളായ മനുഷ്യര് കുറ്റവാളികളല്ല. അവര് ഉം. ഒരു വിശ്വാസത്തിന്റെ ഇരകൾ മാത്രമാണ്. ഉം. അവരങ്ങനെ ആയിപ്പോയത് അവരുടെ കുറ്റം കൊണ്ടല്ല. അവരവിടെ ജനിച്ചുപോയി.
പെറ്റുപോയത് കൊണ്ട് അവരങ്ങ് ആയിത്തീർന്നതാണ്. ഉം. അതുകൊണ്ട് വിശ്വാസികളൊക്കെ മണ്ടന്മാര് അല്ലെങ്കിൽ വിശ്വാസികളൊക്കെ കുറ്റവാളികൾ എന്ന രീതിയിൽ അവരെ നമ്മൾ വെറുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ നമ്മൾ പ്രത്യേക രീതിയിൽ അകറ്റി നിർത്തിക്കൊണ്ടോ അല്ല നമ്മൾ ഈ ഉം. ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. നമ്മൾ ആ സമൂഹത്തിൽ ആ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് ഉം. അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവരുടെ വിശ്വാസമാകുന്ന ഈ അസുഖം മാറ്റിയെടുത്ത് അവരെ കൂടി നല്ല മനുഷ്യരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മനുഷ്യസ്നേഹപരമായ പെരുമാറ്റത്തോടു കൂടി ഉം. അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എക്സ് മുസ്ലിംസ് ചെയ്യേണ്ടത്. ഉം. ആ സ്വന്തം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉം. അതല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായ എന്തെങ്കിലും ഒരു വൈകാരിക പ്രശ്നത്തിന്റെ പേരിൽ അതിനോട് പ്രതികാര ബുദ്ധിയോടുകൂടി അതിന്റെ പ്രതികാരം തീർക്കുക എന്ന രീതിയിലോ അല്ല നമ്മൾ ആശയ പ്രചരണം പോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സമൂഹത്തിൽ നിൽക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ സംബോധന ചെയ്യുന്ന ഒരു സമൂഹത്തെ അവരിപ്പോ ഏത് അവസ്ഥയിൽ നിൽക്കുന്നുവോ ആ ഉം. അവസ്ഥയിൽ നിൽക്കുന്ന അവരെ യഥാർത്ഥ മനുഷ്യരാക്കി മാറ്റാൻ അവർക്ക് എന്താണോ നമ്മൾ പകർന്നു നൽകേണ്ടത് അത് ഉം. കൃത്യമായി പകർന്നു നൽകുകയും നമ്മളിൽ നിന്ന് നമ്മൾ പകർന്നു നൽകുന്ന ആശയങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവരിൽ സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിൽ അവരോട് മനുഷ്യർ എന്ന രീതിയിൽ പെരുമാറിക്കൊണ്ട് മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് എന്റെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്. ഉം. ഓക്കെ. താങ്ക് യു. അതുപോലെ ഞാൻ അവസാനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുകയാണ്. ഞാൻ മാഷിനെ അധികം ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത്ര ഇരുത്തി ബുദ്ധിമുട്ടിച്ചതിന് ശേഷം അവസാനം ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കില്ല മാഷ്. സോ എന്നെ പോലത്തെ വളരെ ചെറിയ പ്രായം കുറഞ്ഞ കുട്ടികളോട് ഗേൾസിനോട് മാഷിന് എന്താ പറയാനുള്ളത്? പെൺകുട്ടികൾ ഈ രംഗത്ത് വരുന്നത് കാണുമ്പോൾ അസാധാരണമായ ഒരു സന്തോഷമുണ്ട്. ഉം. ഈ രംഗത്ത് വരുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ മുസ്ലിം പെൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസം നേടി ഉം. നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോഴും ഉം. സമൂഹത്തിൽ പല മേഖലയിലും അവര് ഉയർന്ന നിലവാരങ്ങൾ കൈവരിക്കുന്നതായിട്ട് നേട്ടങ്ങൾ കൈവരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഉം. കാരണം ഞാന് എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രധാന കർമ്മമാണ് ഈ യുക്തിവാദവും മതവിമർശനവും. ഒന്നാമത്തേത് വിദ്യാഭ്യാസമായിരുന്നു. ഞാനൊരു അധ്യാപകൻ മാത്രമായിരുന്നില്ല. ഈ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ ശ്രമിച്ച ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു ഞാനും. എന്റെ വൈഫും ഒക്കെ ആ രംഗത്ത് ഒരുപാട് പ്രവർത്തിച്ചാണ്. ഞങ്ങൾ അവിടെയൊക്കെ ഫോക്കസ് ചെയ്തത് ഈ ജില്ലയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, പെൺകുട്ടികളുടെ ഒരു ഉന്നതി, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉം. ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഒരു മുസ്ലിം പെൺകുട്ടി വിമാനം പറത്തി എന്ന് കേൾക്കുമ്പോൾ, ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനൊരു ഫംഗ്ഷനിൽ പോയപ്പോൾ ആ വിമാനം പറത്തിയ പെൺകുട്ടിയുടെ ഉമ്മയെ പരിചയപ്പെട്ടു. ഉം. അതുപോലെയുള്ള കുട്ടികളെ കാണുമ്പോൾ, IAS ഉം. പാസ്സായി എന്ന് പറഞ്ഞ് മുസ്ലിം പെൺകുട്ടികളുടെ പേരുകൾ കാണുമ്പോൾ, ഉം. ഉന്നത വിദ്യാഭ്യാസം നേടി, ഉന്നത വിജയം നേടി, അതുപോലെ ഉയർന്ന പൊസിഷനിലെത്തി എന്നുള്ളതൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് തന്നെയായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യമായിട്ട് നമ്മൾ എടുത്തത്. ഉം. അക്കൂട്ടത്തിൽ നമ്മുടെ ആശയപ്രചരണ രംഗത്തേക്കും പെൺകുട്ടികൾ കടന്നു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം പോലുള്ള ഒരു മതത്തെ ഇന്നലെ നിങ്ങളൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലാഭമുള്ളൊരു ഉം. സാധനമാണ് ഇസ്ലാം. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു ഐഡിയോളജിയാണ് ഇസ്ലാം. ഉം. അതുകൊണ്ട് ഒരു സ്ത്രീ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് കിട്ടുന്നത് ഒരു വലിയ മോചനമാണ്. ഉം. ആ സ്ത്രീ പിന്നെ ഒരു ഒരു പുതിയ ലോകത്തേക്ക് തന്നെ എത്തിയ അനുഭവമായിരിക്കും ഒരു സ്ത്രീക്ക് ഉണ്ടാവുക. ഉം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം, നിങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, ഉം. നിങ്ങൾ നേടിയ ഈ തിരിച്ചറിവ്, അത് പരമാവധി നിങ്ങളുടെ കൂട്ടുകാരികളിലേക്കും കൂടെ എത്തിക്കാൻ നിങ്ങൾ ആവുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുക. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. ഉം. പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും പല രീതിയിൽ നിങ്ങളെ താറടിക്കാനും സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതൊക്കെ ധീരമായി നേരിട്ടുകൊണ്ട് ഈ നമ്മുടെ സമൂഹത്തിലെ മറ്റു പെൺകുട്ടികളെ കൂടി ഇതുപോലെ ഉം. ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക്, കാറ്റും വെളിച്ചമുള്ള ലോകത്തേക്ക് നയിക്കാൻ ആവുന്നത്ര ശ്രമിക്കുക. ഉം. പിന്നെ വെറും മതവിരോധം മാത്രമായിരിക്കരുത്. ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളിലൂടെ ഇവരുടെയൊക്കെ ചിന്തയിലേക്ക് നമ്മുടെ ആശയങ്ങൾ ഉം. എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇത്രയൊക്കെയാണ് ഉം. പെൺകുട്ടികളോടായാലും
ആൺകുട്ടികളോടായാലും എല്ലാരോടും പറയാനുള്ളത്. പെൺകുട്ടികളോട് പ്രത്യേകിച്ചും. ഓക്കെ. താങ്ക് യു മാഷെ. ഇപ്പൊ മാഷിന്റെ യങ്ങർ സെൽഫ്, മാഷിന്റെ കുട്ടിയായിരിക്കുന്ന ആ സമയത്ത് മാഷിനോട് തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ മാഷിന്റെ യങ്ങർ സെൽഫിനോട് മാഷ് എന്തായിരിക്കും പറയാ? അതൊരു വല്ലാത്ത കുഴഞ്ഞ ചോദ്യമാണ്. അതിനെക്കുറിച്ച് എല്ലാ ചോദ്യം പോലെ. ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഉം. അങ്ങനെ ഒരു കുട്ടിയോട് നമ്മളൊരു അനുഭവങ്ങളിലൂടെ മുതിർന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ ആ കുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉം. ആ കുട്ടിയുടെ ചിന്തയിലേക്ക് ശരിയായ ആശയങ്ങള് സ്നേഹപൂർവ്വം പകർന്നു നൽകാൻ ശ്രമിക്കും. ഞാനൊരു ചെറിയ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനാണ്. 1-ാം ഉം. ക്ലാസ്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഉം. അപ്പോ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. പക്ഷെ ഉം. ആ തിരിച്ചറിവ് ആ കാലത്ത് നമുക്കുണ്ടായിരുന്നില്ല. ഉം. അധ്യാപകനായിട്ടൊക്കെ വരുന്ന കാലത്ത് പോലും കൃത്യമായിട്ടുണ്ടായിരുന്നില്ല. ഉം. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് കുട്ടികളെ മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ ഉം. കുറിച്ചൊക്കെയുള്ള തിരിച്ചറിവുകളൊക്കെ ഉണ്ടായത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മള് ശരിയായ ശാസ്ത്രബോധത്തോടു കൂടി എങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്നും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെയും മനുഷ്യരെയും എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നും നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നും ഈ കോത്താമ്പി പറഞ്ഞ് പേടിപ്പിക്കുന്ന ഈ കഥകളൊക്കെ വെറും കഥകളാണ് എന്നും ഉം. അതൊന്നും അല്ല യാഥാർത്ഥ്യമെന്നും കുട്ടികളെ സ്നേഹപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. കുട്ടികളോട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറിക്കൊണ്ട് ഉം. അവർക്ക് താല്പര്യമുള്ള രീതിശാസ്ത്രം അവലംബിച്ചുകൊണ്ട് നമ്മൾ എന്ത് അവരോട് പറഞ്ഞാലും അവരത് സ്വീകരിക്കും ഉം. എന്നാണ് എന്റെയൊക്കെ ഒരു അനുഭവം. ഉം. അതല്ലാതെ ഈ ഭയപ്പെടുത്തിയിട്ടും ഭീതിപ്പെടുത്തിയിട്ടും കോത്താമ്പി പറഞ്ഞിട്ടും ഉം. അതുപോലെയുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്തിട്ടും പറഞ്ഞിട്ടും കുട്ടികളെ ഒരാശയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഉം. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് മാഷെ ഇത്രയും നേരം സംസാരിച്ചിരുന്ന